ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. Yes, sir. ശരി ശരി. ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്, അത് ഞാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തില്ലേ? ഇല്ല ഇല്ല, അല്ലാണ്ട് ഒരു സെറ്റിങ്സ് കൂടെ ചെയ്യാനുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ ആവശ്യമൊന്നുമില്ല. അത് മറ്റേ ഓൺ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻസ് ഒരു തവണ ചേഞ്ച് ചെയ്താൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യാൻ ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതൊക്കെ പിന്നെ പവർ ബി ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത്, അപ്പൊ ഓൾറെഡി ചെയ്ത ചേഞ്ചസ് ആണല്ലോ, പിന്നെ അതൊന്നും മാറാൻ പോകുന്നില്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്ത ഫംഗ്ഷൻ? സമ്മും സം എക്സും. എന്താണ് രണ്ട് ഫംഗ്ഷനുകളുടെ ഡിഫറൻസ്? എന്താ സമ്മും സം എക്സും? സം ഒരു കോളത്തിലെ എല്ലാ വാല്യൂസിനെയും എടുക്കും. സം എക്സ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഓരോ റോ വൈസും ഐട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അത് നമുക്ക് ഓരോ റോയുടെ അകത്തും കയറിയിട്ട് പെർഫോം ചെയ്യാൻ ആരെ കൊണ്ട് മാത്രമേ പറ്റൂ? സം എക്സ് കൊണ്ട് മാത്രമേ പറ്റൂ. സം എന്താ ചെയ്യുന്നത്? ആ എല്ലാ റോസിലെ വാല്യൂസിനെ ഒരുമിച്ചിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓരോ റോഡകത്ത് കയറിയിട്ട് ഐട്രേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അതാരെ കൊണ്ട് മാത്രമേ പറ്റൂ? സം എക്സിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതാണ് അവിടെ പറയുന്നത്. എക്സ്പ്രഷൻ ഓരോ റോ വൈസ് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് വർക്ക് ചെയ്യുന്നു? സം വർക്ക് ചെയ്യുന്നു. അതാണ് എക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, മീൻസ് ഐട്രേറ്റർ ഫംഗ്ഷൻ. ഓരോ റോസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കി 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമ്മിന് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സമ്മിന്റെ അകത്ത് ഞാൻ ഒരു കോളം കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിന്റെ അകത്ത് എത്ര വാല്യൂസ് ഉണ്ടോ അതെല്ലാം തമ്മിൽ ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യും. പക്ഷെ സം എക്സ് അങ്ങനെയല്ല, എല്ലാം എടുക്കും, പക്ഷെ ഓരോ റോയിലും പോയി ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് അവസാനം സമ്മ് വർക്ക് ചെയ്യും. എന്തിനാണ് ആ ചെക്ക് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താക്കുന്നത്? ഇനി വരുന്ന ക്ലാസ്സിൽ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അതിൽ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. എനിക്ക് എന്തായിരുന്നു? ഈ ഒരു ടേബിളിന്റെ കൂടെ പുതിയൊരു കോളം ബിൽഡ് ചെയ്യണമായിരുന്നു. ആ ബിൽഡ് ചെയ്യാൻ എന്ത് വേണം? ഈ ഒരു ടേബിളിലെ ഓരോ റോ വൈസും എനിക്ക് എന്ത് ചെയ്യണം? എക്സ്പ്രഷൻ ആയിട്ടറേറ്റ് ചെയ്യിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്തു? സം എക്സ് വെച്ചിട്ട് അവിടെ കൺട്രോൾ ചെയ്തു. ഇല്ല. അപ്പൊ അവിടെ ആര് യൂസ് ചെയ്തു? സം എക്സിനെ യൂസ് ചെയ്തു. ഇതുപോലെ അതിന് ഒരുപാട് പ്രാക്ടിക്കൽ കേസിന് വരാൻ പോകുന്നേ ഉള്ളൂ. അത് ആരും നന്നായിട്ട് മനസ്സിലാവും. സം എക്സിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. സം എക്സ് എന്നല്ല, എക്സ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്താവും? നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോ നമ്മൾ ആകെ ഒരു സിംഗിൾ അഗ്രിഗേഷനെ പഠിച്ചുള്ളൂ. ഏതാണ്? സം. സമ്മിന് തന്നെ രണ്ട് വേരിയേഷൻസ് ആയി, സമ്മും സം എക്സും. ഓക്കെ. ഇനി ഇതുപോലെ അടുത്ത വരുന്ന ഒരു അഗ്രിഗേഷൻ ആണ് ആവറേജ്. എല്ലാവർക്കും അറിയില്ലേ? എന്താ ചെയ്യാം? മീൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ വേറൊരു പേര്? അരിത്തമാറ്റിക് മീൻ എന്നൊക്കെ കോൾ ചെയ്യും. അതായത് ഒരു കോളത്തിലെ എല്ലാവരുടെയും ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. അതാണ് ആക്ച്വലി ആര്? ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് കോൾ ചെയ്യാം. അപ്പോൾ ആവറേജിന്റെ അകത്ത് എപ്പോഴും പാസ് ചെയ്യുന്നത് എന്തായിരിക്കും? ന്യൂമറിക്കൽ കോളം ആയിരിക്കും ആ ഫംഗ്ഷനകത്തും പാസ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചുതരാം. ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ. എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്റെ കയ്യിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ന്യൂമറിക്കൽ കോളം ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഏവറേജ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കസ്റ്റമറിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി വാങ്ങാം, അടുത്ത കസ്റ്റമറിൽ നിന്ന് 10 വാങ്ങാം, അടുത്ത കസ്റ്റമർ 5 വാങ്ങാം. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത്രയും ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ആവറേജ് ക്വാണ്ടിറ്റി. ഒരു കസ്റ്റമർ വന്നാൽ അറൗണ്ട് അവർ വാങ്ങാൻ ചാൻസ് ഇല്ല, ഒരു പ്രോബിലിറ്റി എത്ര, അതിനാണ് എന്ത് കോൾ എപ്പോഴും? ആവറേജ്. അതാ പറഞ്ഞു, ഒരു കസ്റ്റമറിൽ എന്ത് ചെയ്യാം? 1 വാങ്ങാം, 10 വാങ്ങാം, 15 വാങ്ങാം, 20 വാങ്ങാം. പക്ഷെ എനിക്ക് എന്തറിയണം? ഒരാൾ വന്നു കഴിഞ്ഞാൽ ആവറേജ് അവർ എത്ര വാങ്ങാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ മെഷറിന്റെ പേര് ആവറേജ് ക്വാണ്ടിറ്റി എന്ന് പാസ് ചെയ്തു, ഈക്വൽ ടു ഫംഗ്ഷൻ ഏതായിരിക്കും? ആവറേജ്. ഇവിടെ കാണാം, റിട്ടേൺ ദ ആവറേജ് ഓർ അരിത്തമാറ്റിക് മീൻ ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ എ കോളം. ഒരു കോളത്തിലെ എല്ലാ നമ്പേഴ്സിന്റെയും അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിച്ചിരും. നമുക്കിവിടെ ആരുടെ ആവറേജ് ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റിയുടെ.
ഇപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു കോൾ അവിടെ സെർച്ച് ചെയ്യുക, ക്വാണ്ടിറ്റി ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവര് ഏകദേശം എത്ര ക്വാണ്ടിറ്റി വാങ്ങുക, അതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു സിംഗിൾ വാല്യൂ അല്ലേ. നമ്മൾ ആര് യൂസ് ചെയ്യാം, കാർഡ് വിഷ്വൽ സെലക്ട് ചെയ്തു, അതിലോട്ട് ആവറേജ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ എത്രയാണ് പറയുന്നത്, 1.94. അത് ഒരു കസ്റ്റമർ വന്നാൽ അവർ വാങ്ങാൻ ചാൻസ് ഉള്ള ഒരു ആവറേജ് വാല്യൂ ആണ് 1.94. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും 1.4 ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങാൻ പറ്റുമോ? എപ്പോഴും അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവോ? ഇല്ല. ഇത് പിന്നെ ഇവിടെ ഡിവിഷൻ ആണ് ഇതിന്റെ അകത്ത് ആക്ച്വലി വർക്ക് ആയിരുന്ന ഒരു കൺസെപ്റ്റ് ആവറേജ് പറയുമ്പോൾ. അപ്പോൾ ഒബിയസ്ലി അവിടെ എന്ത് വരും, ഡെസിമൽ വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയിലൊന്നും ഒരിക്കലും എന്ത് വരുത്തി കൊടുക്കരുത്, ഡെസിമൽ പ്ലേസസ് കൊടുക്കരുത്. അപ്പൊ മെഷീൻ തരുന്ന വാല്യൂ അതുപോലെ പോയിട്ട് ഡിസ്പ്ലേ ചെയ്യരുത്. ആ ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂയുടെ പർപ്പസ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് എന്താണ്, ആവറേജ് ക്വാണ്ടിറ്റി. മീൻസ് ഒരു കസ്റ്റമർ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ എത്ര ക്വാണ്ടിറ്റി വാങ്ങാം. ആക്ച്വലി അതാണ് ആവറേജിന്റെ കൺസെപ്റ്റ്. ഒരിക്കലും എന്ത് ചെയ്തു 1.94 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. 1.94 എന്ന് പറഞ്ഞാൽ അത് നിയർ ടു ആരായി, 2 ആയി. നമുക്ക് എന്ത് പറയാം, ഒരു ആള് വന്നു കഴിഞ്ഞാൽ പ്രോബിലിറ്റി വൈസ് ആള് രണ്ടെണ്ണം വാങ്ങാം. ഒന്നാകാം, രണ്ടാകാൻ എത്രയാകാം, പക്ഷെ രണ്ടെണ്ണം വാങ്ങുന്ന ഒരു ചാൻസ് നമുക്ക് അവിടെ കിട്ടി. ഈ 1.94 എന്താക്കി മാറ്റം, 2 ആക്കിയിട്ട് മാറ്റണം. ജസ്റ്റ് റൗണ്ട് ചെയ്താൽ മതി, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മെഷീൻ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ മതി. ഇപ്പൊ ഇതിന്റെ ഡാറ്റ ടൈപ്പ് എന്താ, ന്യൂമറിക്. ആ ന്യൂമറിക് വാല്യൂ നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കണം, ഒരു വോൾ നമ്പർ ആയിട്ട് കാണാൻ പറ്റും. മീൻസ് അതിന്റെ ഫോർമാറ്റ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്യാം, ഏത് മെഷറിന്റെ ആണോ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നത് ആ മെഷർ സെലക്ട് ചെയ്യാം. അപ്പൊ അവിടെ എന്ത് കാണാൻ പറ്റും, ഫോർമാറ്റിംഗ് ടാബ്. അതൊരു ഗ്രൂപ്പ് ഉണ്ടാവും പുതുതായിട്ട് വന്ന്, മെഷർ ടൂൾസ്. അതിന്റെ അകത്ത് സ്ട്രക്ചർ ഗ്രൂപ്പ് കാണാൻ പറ്റും, തൊട്ടടുത്ത് ആര് കാണാൻ പറ്റും, ഫോർമാറ്റിംഗ്. ഇപ്പൊ മുകളിൽ എന്ത് കാണാം, ഫോർമാറ്റ്. എന്താ പറയുന്നത്, ചൂസ് ഹൗ ദ വാല്യൂസ് ഇൻ ദിസ് കോളം ആർ ഡിസ്പ്ലേ. അത് ആ ഒരു വാല്യൂ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നില്ല നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ദിസ് ഡസ് നോട്ട് ഇമ്പാക്ട് ഹൗ ദേ ആർ സ്റ്റോർ. ഇതൊരിക്കലും എന്തിന് ഇമ്പാക്ട് ചെയ്യുന്നില്ല, ആ വാല്യൂ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുള്ളതിനത് ഇമ്പാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ജനറൽ നമ്പർ ആണോ, കറൻസി ആണോ, ഡെസിമൽ ആണോ, വോൾ നമ്പർ ആണോ, പെർസെന്റേജ്, സയന്റിഫിക്, ഡൈനാമിക്. നമുക്ക് ഏതാ വേണ്ടത്, വോൾ നമ്പർ. വോൾ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ തന്നെ അതിനെ റൗണ്ട് ചെയ്യുന്നുണ്ടോ. ഇവിടെ എത്രയായി, ആവറേജ് ക്വാണ്ടിറ്റി 2. അത് മെഷീൻ തന്നെ ചെയ്തോളും. 1.94 ഒക്കെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്താവും, 2 ആയിട്ട് മാറും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കിത് വേണമെങ്കിൽ ഡെസിമൽ, എന്നിട്ട് ഇവിടെ എന്ത് പാസ് ചെയ്താൽ മതി, താഴെ എത്ര ഡെസിമൽ പ്ലേസ് വേണമെന്ന് ചോദിക്കും. ഇവിടെ എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. ഇപ്പൊ ഞാനിവിടെ 2 എന്ന് കൊടുത്താലോ, നേരത്തെ പോലെ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡെസിമൽ പ്ലേസിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. 0 കൊടുത്താലും മതി, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. റൗണ്ട് ഓഫ് ചെയ്യുന്ന പോലെ തന്നെയാവും. അത് ഡെസിമൽ പ്ലേസിന് എന്ത് ചെയ്യും, റൗണ്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ വാല്യൂ ആക്കി മാറ്റും. 1.94 ആണെങ്കിൽ എന്താക്കും, 2 ആക്കും. 1.6 ആണെങ്കിലും 2 ആക്കും. 1.5 ആണെങ്കിലും 2 ആവും. 1.49 വരെ മാത്രമേ ആരെയാക്കൂ, 1 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യൂ. ക്ലിയർ ആണല്ലോ? അപ്പോ മെഷീൻ അത് കാൽക്കുലേഷൻ ഔട്ട്പുട്ട് അതുപോലെ പോയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെക്കരുത്. ആ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂയുടെ പർപ്പസ് കൂടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ ആവറേജ് ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യരുത്, ഡെസിമൽ പ്ലേസസ് യൂസ് ചെയ്യരുത്. ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാവരും ക്ലിയർ ആണോ? Yes, sir. Yes, sir.
എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തോ? Okay. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ആർക്കും ഞാൻ പറഞ്ഞതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞേ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മിനിമം 2 ക്വാണ്ടിറ്റി വാങ്ങാന്നാ പറഞ്ഞത്. ആക്ച്വലി അങ്ങനെയല്ല. ഒരു കസ്റ്റമർ വന്നാൽ ഒരു ആവറേജ് നമുക്ക് എന്താ പറയാ, അവർക്ക് 2 വാങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല അത്. ഇവിടെ എന്താ നടക്കുന്നത്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ ആവറേജ് 2 പ്രൊഡക്റ്റ് ഉണ്ടാകാം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അതല്ല കൺസെപ്റ്റ്. ആക്ച്വലി 801 കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ആക്ച്വലി എന്താ, നമ്പർ ഓഫ് വാല്യൂസ്. മീൻസ് എന്താണ്, ആ ടേബിളിന്റെ റോ കൗണ്ട് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. എന്താണ്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ ആവറേജ് എന്ത് സംഭവിക്കാം, 2 ക്വാണ്ടിറ്റി ഉണ്ടാകാം. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ക്ലിയർ ആയ ഓൺലൈൻ എല്ലാവർക്കും? Yes, sir. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ടേബിളിലെ റോ കൗണ്ട് ചെക്ക് ചെയ്യുക. സെയിൽസ് ഡാറ്റയുടെ അകത്ത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 10,889. നമുക്ക് വേണം എന്ത് ചെയ്യാം, ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്ത് ചെക്ക് ചെയ്യാം. കാൽക്കുലേറ്റർ എത്രയാണ് വന്നിരിക്കുന്ന ക്വാണ്ടിറ്റി, അറൌണ്ട് 21,078 ഡിവൈഡ് ബൈ 10,889. കണ്ടോ, 1.9357. അതാണ് ആക്ച്വലി നമുക്ക് കിട്ടിയ 1.94 എന്ന് പറഞ്ഞ വാല്യൂ. അതായത് ഈ 357 റൗണ്ട് ചെയ്ത് എന്തായി, 4 ആയി. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡെസിമൽ പ്ലേസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് തന്നെയാണോ എന്നുള്ളത്. ഡെസിമൽ പ്ലേസ് എന്ത് ചെയ്യാം, 4 കൊടുത്ത് നോക്കാം. കണ്ടോ, 1.9357. ഇത് പുറകിൽ ആക്ച്വലി ഇത് തന്നെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ. 21,078 ഡിവൈഡ് ബൈ 10,889, 1.93. ഇതിവിടെ റൗണ്ട് ചെയ്യുമ്പോൾ 2 ആയിട്ട് പോകും, അത്രയും. ഇത് ഇത്രയും ട്രാൻസാക്ഷൻ, അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആവറേജ് അവിടെ 2 ക്വാണ്ടിറ്റി ഉണ്ടാകാം. പ്രോബിലിറ്റി പോലെ നമുക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞു പോവാം. ക്ലിയർ ആയി ഞാൻ പറഞ്ഞതിന്റെ കൺസെപ്റ്റ്? ആവറേജ് ഒക്കെ ഇതിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ആവറേജ്. ഓക്കെ, എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തോ? ഓക്കെ. ഇതുപോലെ എനിക്ക് അടുത്ത് ചെയ്യേണ്ടത്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ വരാൻ ചാൻസ് ഉള്ള റവന്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അറൌണ്ട് 10,889 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂടിയിട്ടാണ് എത്ര കിട്ടിയിരിക്കുന്ന റവന്യൂ, 26 മില്യൺ. അതിൽ ഒരു ട്രാൻസാക്ഷനിൽ വരാൻ ചാൻസ് ഉള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായിരിക്കും എന്ത്, 10,889 ട്രാൻസാക്ഷൻ നടന്നിട്ടാണ് 26 മില്യൺ കിട്ടിയിരിക്കുന്നത്. അതിൽ എനിക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രം എത്ര വരാം, അതാണ് എന്ത് കോൾ ചെയ്യുക, ആവറേജ് റവന്യൂ അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ സെയിൽസ്. നമുക്ക് ഡയറക്റ്റ് ആവറേജ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ, സെയിൽസ് ഒരു കോളം നമ്മുടെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആവറേജ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് സെയിൽസ് ഒരു കോളം ഇവിടെ ബിൽഡ് ചെയ്യണം. അതെങ്ങനെ ബിൽഡ് ചെയ്യാം, ക്വാണ്ടിറ്റിയും പ്രൈസും മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും അത് ബിൽഡ് ചെയ്യുക. പക്ഷെ നമ്മൾ വെറുതെ ബിൽഡ് ചെയ്തിടുവോ, ബിൽഡ് ചെയ്തിട്ട് എന്തായി, മെമ്മറി സ്പേസ് കൂടും, പെർഫോമൻസ് സ്ലോ ഡൗൺ ആവും. ഇപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു വാല്യൂവിനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം. നമുക്ക് ഏത് കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാം, ആവറേജ് എക്സ് ഫംഗ്ഷന്റെ കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക. എക്സ് ഫംഗ്ഷൻ നോർമലി വർക്ക് ചെയ്യുന്ന രീതി തന്നെ എന്ത് ചെയ്യും, ഞാൻ കൊടുക്കുന്ന എക്സ്പ്രഷൻ ഓരോ റോ വൈസും ഐട്രേറ്റ് ചെയ്ത് അവിടെ വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ വാല്യൂലോട്ട് അവസാനം ആര് കയറും, എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്, ആരുള്ളത്, ആവറേജ്. അത് കയറിയിട്ട് അവിടെ വർക്ക് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഡമ്മി ടേബിൾ സെലക്ട് ചെയ്യുന്നു, ന്യൂ മെഷർ, മെഷറിന്റെ പേര് ആവറേജ് റവന്യൂ എന്ന് പേര് പാസ് ഈക്വൽ ടു ആവറേജ് എക്സ്. ഓക്കെ, ഇവിടെ കണ്ടോ എക്സ് ഫംഗ്ഷൻ വരുന്നുണ്ടോ, അതിന്റെ അകത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ഏത് ടേബിളിനെ ബേസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഏത് ടേബിളാണ്, സെയിൽസ് ഡാറ്റ. ഓക്കെ, കോമ, സെക്കൻഡ് വൺ, ആ ഒരു കോളം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താണ്. നമുക്കിവിടെ എന്താ കോളം ബിൽഡ് ചെയ്യേണ്ടത്, സെയിൽസ് ഒരു കോളം, അതിന് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും, ക്വാണ്ടിറ്റിയും പ്രൈസും മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, സോറി ഞാൻ എഴുതിയ സിൻടാക്സ് നിങ്ങൾ ഇപ്പം ചെക്ക് ചെയ്യേണ്ട, ഞാൻ എഴുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ എഴുതി പോയതാണ്. നിങ്ങൾ സിംഗിൾ ലൈനിൽ എഴുതിയാൽ മതി. ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതെങ്ങനെ എഴുതിരുന്നത്. ഞാൻ അറിയാതെ എഴുതി പോയതാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഇങ്ങനെ എഴുതിയത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പോയതാണ്.
ഇതിൽ ഞാൻ എന്ത് ചെയ്യാം, പഴറ്റിയതുപോലെ തന്നെ ആക്കാം, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ എല്ലാവരും എഴുതാൻ പോകുന്നത്. ഇതുമല്ല, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഓക്കെ ആയോ? അപ്പൊ ഇവിടെ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേബിൾ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഏതാണ്? സെയിൽസ് ഡാറ്റ. അപ്പൊ ഇത് ആക്ച്വലി ഒരു പെർമിഷൻ കൊടുക്കുവാണ് ആ ടേബിൾ. ആ ടേബിളിനകത്ത് എത്ര റോസ് ഉണ്ട് അത്രയും റോസിലോട്ട് നമുക്ക് കയറാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുവാണ് എക്സ് ഫംഗ്ഷന്. ഇവിടെ എത്ര റോസ് ഉണ്ട്? 10,889 റോസ്. അപ്പോൾ അത്രയും റോസിലോട്ട് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്രഷൻ ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു പെർമിഷനാണ് ഈ ഒരു ടേബിളിലൂടെ കൊടുക്കുന്നത്. ഈ ടേബിളിനകത്തുള്ള എല്ലാ റോസിലോട്ടും ഇയാൾക്ക് കയറി പോകാൻ ഒരു പെർമിഷനും വന്നു. എന്ത് ചെയ്യും, ഈ ഒരു എക്സ്പ്രഷൻ ഓരോ റോ വൈസും ഐറ്ററേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, വാല്യൂവിനെ കണ്ടുപിടിക്കും. വാല്യൂവിനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ എല്ലാ വാല്യൂസിലോട്ടും ആര് കയറിയിട്ട് പോകും? ഈ ആവറേജ് അങ്ങ് കയറിയിട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആവറേജ് വാല്യൂ കിട്ടും. എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. കാർഡ് വിഷൽ സെലക്ട് ചെയ്തു, അതിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു മെഷർ ആഡ് ചെയ്തു. ഇവിടെ കാണാൻ കണ്ടോ, 2.36K. അത് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ മിനിമം അവിടെ വരാൻ പോകുന്ന എമൗണ്ട് ആണ് 2.36K എന്ന് പറയുന്ന വാല്യൂ. ക്ലിയർ ആയോ? ഇവിടെ എന്തുകൊണ്ട് എക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്? നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ഒരു കോളം ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു കോളം ടെമ്പറലി ഡെവലപ്പ് ചെയ്ത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അഗ്രിഗേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. അതിനാണ് ഇവിടെ ആവറേജ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണ് ഈ ഒരു കൺസെപ്റ്റ്? ക്ലിയർ ആണ് സാർ. ഓക്കെ. സാർ ഈ കോളത്തിന് പകരം നേരത്തെ ബിൽഡ് ചെയ്ത മെഷേഴ്സ് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യുമ്പോൾ കൺസെപ്റ്റ് മൊത്തം മാറും. ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പവർ ബിയുടെ അകത്ത് ഒരു എന്താ പറയാ, നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കൺസെപ്റ്റ് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാക്സിന്റെ തന്നെ ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ പിടികിട്ടാൻ തുടങ്ങും. ഒരു 4 ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഡാക്സിനൽ ലാംഗ്വേജ്. അപ്പൊ തന്നെ മനസ്സിലായില്ല, കോളം ബിൽഡ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഇമാജിനറി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, ഫസ്റ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നെ അതിന്റെ ബാക്കിയുള്ള കൺസെപ്റ്റോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ആ ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതതിന്റെ ഒരു ഇഷ്യൂ. അതുകൊണ്ടാണ് എക്സലിന് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ഡാക്സ് പഠിക്കാൻ. എക്സൽ എന്ത് ചെയ്യാൻ പറ്റും, കോളംസ് എല്ലാം അവിടെ കണ്ടുകൊണ്ടാണ് അവർ എക്സ്പ്രഷൻസ് എഴുതുന്നത്. നമുക്കിവിടെ എഴുതുമ്പോൾ ഒന്നും കാണാനൊന്നും പറ്റില്ല. ഔട്ട്പുട്ട് എന്താണ്, ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പുറകിൽ നടക്കുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് മനസ്സിലാക്കിയെടുക്കാം. ആ മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ടേബിൾ എങ്ങനെയാണ് വാല്യൂസ് പോകുന്നത്, എല്ലാം മനസ്സിലായാലേ മുമ്പോട്ട് പോകാൻ പറ്റും. ഓൺലൈൻ ഈ ഒരു ആവറേജ് എക്സിന്റെ കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. ആവറേജ് എക്സിന്റെ കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം. എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തോ? ഓക്കെ. അത് ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡന്റ് എന്നെ വിളിച്ചത് ഈ ഒരു ഇഷ്യൂനായിരുന്നു. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്തായിരുന്നു ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. ഞാൻ ഫോൺ എടുത്തില്ല. അപ്പോൾ ആളൊരു കമ്പനിയിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, പവർ ബി ഡെവലപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ മൊത്തം ബ്ലാങ്ക് വരുവാ. ഫുള്ള് ബ്ലാങ്ക്. ബ്ലാങ്ക് മീൻസ് എന്തായിരിക്കും, വാല്യൂ ഇല്ല എന്നുള്ളൊരു മീനിങ്. എന്ത് ചെയ്തിട്ടും ആളുടെ റിപ്പോർട്ട് മൊത്തം ബ്ലാങ്ക് ആയിട്ട് പോയി. എന്തായിരിക്കും റീസൺ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും കാണാതെ പറയാൻ പറ്റില്ല. അപ്പോൾ ആള് പറഞ്ഞു അതിൽ ഒരുപാട് ടേബിൾസ് ഉണ്ട്. നമ്മളിവിടെ യൂസ് 5 ടേബിൾ ഒന്നല്ല, ഒരുപാട് ടേബിൾസ് ഉണ്ട്. അപ്പോൾ ആള് ഇത്രയും ടേബിൾ ലോഡ് ചെയ്യപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, പവർ ബി മറ്റേ ഓട്ടോ ഡിറ്റക്ട് വർക്ക് ചെയ്യിച്ചു. എല്ലാവരും തമ്മിൽ അങ്ങ് റിലേഷൻഷിപ്പ് കൊടുത്തു. അവിടുത്തെ മോഡൽ വേയിൽ വന്നാൽ നമുക്കൊന്നും മനസ്സിലാവുക പോലും ചെയ്യില്ല. അത്രയും റിലേഷൻഷിപ്പ് അതിൽ ആക്റ്റീവ് ഉണ്ട്, ഇന്നാക്റ്റീവ് ഉണ്ട്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഒറ്റൊരു കാര്യം പറഞ്ഞുള്ളൂ. ഫസ്റ്റ് എന്താണ്, മോഡൽ വ്യൂവിൽ പോയിട്ട് ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ് ഒക്കെ റിമൂവ് ചെയ്യും. അതിൽ ഏതൊക്കെയാണ് ആവശ്യം, ഡാറ്റ എങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇന്ന് രാവിലെ പകൽ എനിക്ക് മെസ്സേജ് ഉണ്ട്, സാർ റെഡിയായി. ഞാൻ എന്താ ചെയ്തേ, മോഡൽ വ്യൂയുടെ ഫോട്ടോ അയച്ചു തന്നു. ഇപ്പൊ ആ മോഡൽ കണ്ട് ആർക്കും മനസ്സിലാവും. വളരെ സിമ്പിൾ മോഡലായിട്ട് മാറി. ജസ്റ്റ് ഒരു ടേബിൾ മറ്റേ ടേബിൾ ഇട്ട് ഒരു കണക്ഷൻ മാത്രം എന്തായി, വളരെ സിംപ്ലിഫൈ ആയി.
അവൻ ഓട്ടോ ഡിറ്റക്ട് ഫീച്ചർ നല്ലതായിരിക്കും, പക്ഷെ എല്ലായ്പ്പോഴും അല്ല. ആൾ ഇത്രയും കാലം യൂസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഓട്ടോ ഡിറ്റക്ട് ഫീച്ചർ മാത്രം വെച്ചിട്ട് ആൾ മുമ്പോട്ട് പോയി. അതുകൊണ്ട് ആള് ആ ഒരു ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല. ഈ ഒരു പ്രൊജക്ട് വന്നപ്പോഴാണ് ആൾക്ക് അതിന്റെ യൂസ് കേസ് മനസ്സിലായത്. ഇപ്പൊ എല്ലാത്തിന്റെയും പുറകിൽ വർക്ക് ചെയ്യുന്ന എപ്പോഴും ആരാ? ഈ മോഡൽ. അപ്പൊ ഈ മോഡലിൽ നിന്ന് എങ്ങനെ ഡാറ്റ ഫ്ലോ ചെയ്ത് അടുത്തതിലോട്ട് പോകുന്നത്, അവിടുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതാണ് ആൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. മോഡൽ മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രഷൻസ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ആക്ച്വലി ബാക്ക് എൻഡ്. ഇപ്പം ഡെവലപ്മെന്റ് ചെയ്യുന്നവർ പറയും ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ ഒന്നും കിട്ടില്ല. എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട് എൻഡ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ ബാക്ക് എൻഡ് സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഒരിക്കലും ഫ്രണ്ട് എൻഡിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ മോഡൽ വ്യൂ ആണ് ആക്ച്വലി പ്രോപ്പർ ബാക്ക് എൻഡ്. ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചാൽ നമ്മളിവിടെ ഈ റിപ്പോർട്ടുകൾ കാണുന്ന എല്ലാം നമ്മളെ കൈവിട്ട് പോകും. ക്ലിയർ ആയിരുന്നു? എക്സ്ക്യൂസ് മീ സർ. പറഞ്ഞോളൂ. സാർ ഞാൻ ഇപ്പൊ ജോയിൻ ആയതേ ഉള്ളൂ. എനിക്ക് കുറച്ച് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു കമ്പനിക്ക് എന്താ ഇവിടെ എടുത്തതെന്നുള്ളത്? ഓൺലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതായിട്ട് പറഞ്ഞത് ഒന്നുകൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പറഞ്ഞെടുത്തു കേട്ടോ. ഞാനത് ജസ്റ്റ് റിമൂവ് ചെയ്യാം. സെയിം അല്ലേ? ഒരു കോളം മറ്റേതൊരു കോളം അപേക്ഷിച്ച് എക്സ്പ്രഷൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ സർ, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, ഞാൻ ഓസ്റ്റിനാണ്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അത്. അതായത് നമ്മളിപ്പോ ഇന്നലെ ചെയ്ത് നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി സം ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം സമ്മും സം എക്സ് ആണ് ഇന്നലെ ചെയ്തത്. ഇന്ന് നമ്മൾ ആവറേജും ആവറേജ് എക്സും, അത് സെയിം കോൺസെപ്റ്റ് തന്നെ. ഇപ്പൊ ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു കോളത്തിലുള്ള എല്ലാ വാല്യൂസിനെയും വെച്ചിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കില്ല. അപ്പോൾ അത് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിളില് സെയിൽസ് ഡാറ്റയില് ഇവിടെ ക്വാണ്ടിറ്റി, ഈ ക്വാണ്ടിറ്റിയുടെ ആവറേജ് എല്ലാവരും കൂടി വാങ്ങിയതിൽ ഒരാള് എത്ര എണ്ണം വാങ്ങും എന്നുള്ള ഒരു ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്നലെ ചെയ്ത അതേ ഫങ്ഷൻസ് തന്നെ. അതായത് മെഷർ ക്രിയേറ്റ് ചെയ്യല്. ഒരു സെക്കൻഡ്, സെയിൽസ് ഡാറ്റയിൽ വരും, ടേബിൾ ടൂൾസിൽ പോയിട്ട് ന്യൂ മെഷർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ആവറേജ് ക്വാണ്ടിറ്റി ഇടാം. ഓക്കെ, ഇതിന് ഇനിയിപ്പോ നമുക്ക് ഇന്നലെ യൂസ് ചെയ്ത സമ്മിന് പകരം ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ആവറേജ് ഇടുക, എന്നിട്ട് നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യുക, സെയിൽസ് ഡാറ്റ. ഇതുവരെ ക്ലിയർ അല്ലേ? സെയിൽസ് ഡാറ്റ എന്നുള്ള ടേബിൾ നമ്മൾ സെയിൽസ് ഡാറ്റ ടേബിൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എക്സ്പ്രഷൻസ് കൊടുക്കാൻ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ കോളത്തിന്റെ ഓരോ പേഴ്സന്റെയും ആവറേജ്. ആവറേജ് മറ്റേ സം എക്സ് പോലെ ടേബിൾ കൊടുത്തിട്ടാണോ അതോ ചുമ്മാ വാല്യൂ മാത്രമാണോ? അല്ല, ആവറേജിന്റെ ഉള്ളിൽ. ഓക്കെ ഒരു കോളം മാത്രമേ കൊടുത്തു. ഓക്കെ, സോറി. ആവറേജിന് അവിടെ സെയിൽസ് ഡാറ്റയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അതാണ് നമുക്ക് ആവശ്യം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇപ്പൊ ഒരു കാൽക്കുലേഷൻ ടേബിൾ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ അത് കാൽക്കുലേഷൻ ടേബിളിൽ കിട്ടു ആ മെഷർ. എന്നിട്ട് കമ്മിറ്റ് കൊടുത്തു. എന്നിട്ട് റിപ്പോർട്ട് വ്യൂവിൽ വന്നിട്ട് ഒരു പുതിയൊരു കാർഡ് വിഷ്വലില് ഇപ്പൊ ഇവിടെ ആവറേജ് ക്വാണ്ടിറ്റി ഈ 2 അണ്ടർസ്കോർ ഉള്ളതാണ് ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്തത്. അത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ക്വാണ്ടിറ്റി 1.94 ആണ് ഒരാൾ വാങ്ങിയതിൻ്റെത്. ഇനി ഇത് നമുക്ക് എപ്പോഴും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഹോൾ നമ്പർ തന്നെയായിരിക്കും. ഹോൾ നമ്പർ ആക്കാൻ എന്നിട്ട് ഇവിടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാണ് മെഷറിന്റെ ഉള്ളിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോൾ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും അതൊരു ഡെസിമൽ പോയിന്റ് ആവില്ലല്ലോ. അത് എങ്ങനെ പോയാലും ഒരു ഹോൾ നമ്പർ ആയിരിക്കുമല്ലോ. ഒന്നില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങും, അല്ലെങ്കിൽ 2 എണ്ണം വാങ്ങും. അത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഹോൾ നമ്പർ എന്ന് കൊടുക്കുക. ഇനി അതല്ല, ഇനി നമുക്ക് ഡെസിമൽ തന്നെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡെസിമൽ നമ്പർ എന്ന് കൊടുത്തിട്ട് എത്ര പോയിന്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കും. ഇപ്പൊ 2 പോയിന്റ് കൊടുത്തു എന്ന് വെച്ചാൽ
നമുക്കത് 1.94 ആയിട്ട് വരും. ഓക്കെ ആണോ അത് ഇതുവരെ? ഓക്കെ ഓക്കെ. ഓക്കെ, ഇതിപ്പോ ആവറേജ് എന്ന് പറഞ്ഞ മെഷർ. ഇനി ആവറേജ് എക്സ് എന്ന് പറഞ്ഞ മെഷർ നമ്മള് ഒരു കോളത്തിനെ അപേക്ഷിച്ചിട്ട് വേറെ ഒരു എക്സ്പ്രഷൻ കൂടി കൊടുത്തിട്ട് അത് എല്ലാ കോളത്തിനും ഐട്രേറ്റ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് ലൈക്ക് സം എക്സ് എന്ന് മനസ്സിലായില്ല. പറയുന്നത്. അതായത് ഇന്നലെ നമ്മൾ സം എക്സ് ചെയ്തില്ലേ, ഒരു കോളത്തിലത്തെ എല്ലാതും നമ്മൾ സം ചെയ്തിട്ട് അത് അതിന്റെ ഒപ്പം ഒരു എക്സ്പ്രഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് ഓരോ കോളത്തിനും ഐട്രേറ്റ് ചെയ്തിട്ട് സം എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്തത്. ഇമാജിനറി കോളം ക്രിയേറ്റ് ചെയ്തിട്ട് സം എക്സ് കണ്ടുപിടിക്കുന്ന പോലെ. അതെ അതെ, അതുപോലെ തന്നെയാണ് ആവറേജ് എക്സ് എന്ന് പറഞ്ഞിട്ടും. അതിന് വേണ്ടത് ചെയ്യാനാണെങ്കിൽ സെയിൽസ് ഡാറ്റയിൽ തന്നെ ന്യൂ മെഷർ കൊടുത്തിട്ട് എക്സ് എങ്ങാനും ഞാൻ കൊടുക്കാം. എന്നിട്ട് നമ്മള് ഫംഗ്ഷന്റെ പേര് ആവറേജ് എക്സ് ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ടേബിൾ സെലക്ട് ചെയ്യാം, സെയിൽസ് ഡാറ്റ, എന്നിട്ട് കോമ നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ സെയിൽസ് ഡാറ്റയിൽ തന്നെ ഏത് ഇതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, ക്വാണ്ടിറ്റിയും പ്രൈസും കൂടി ടോട്ടൽ സെയിൽസിൽ. ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ഇപ്പൊ പോണത്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്മിറ്റ് കൊടുത്തിട്ട് അത് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ടേബിളിലേക്ക് തിരിച്ചിടാം. ഇതൊക്കെയാണോ? ഓക്കെ, ഇനി അത് റിപ്പോർട്ട് വ്യൂവിൽ വരുമ്പോ പുതിയൊരു കാർഡ് വിഷ്വൽ എടുക്കുക. ആവറേജ് എക്സ് ഇടുമ്പോ നമുക്ക് കിട്ടും 2.36 ആണ് ക്വാണ്ടിറ്റിയും പ്രൈസും കൂടി ചെയ്തിട്ടുള്ളതിന്റെ ആവറേജ്. ക്ലിയർ ആണോ? ഇതാണ് ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ആണ് പറഞ്ഞത്, ആവറേജും ആവറേജ് എക്സും. ക്ലിയർ ആയി സർ. ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അതിൽ ഒരു ചെറിയ കാര്യം ചേഞ്ച് ചെയ്യാം കേട്ടോ. എപ്പോഴും മെഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തിട്ട് തന്നെ മെഷർ ചെയ്തു. പിന്നെ മെഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ടേബിൾ വ്യൂയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. മെഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണ് റിപ്പോർട്ട് വ്യൂ. ഇനി നിങ്ങൾ കോളമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ആര്? ടേബിൾ വ്യൂ. എന്തുകൊണ്ട്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അതുപോലെ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്തായിരിക്കും? ടേബിൾ വ്യൂ ആയിരിക്കും. എന്തുകൊണ്ടാ? ടേബിൾ നമുക്ക് എവിടെ മാത്രമേ കാണാൻ പറ്റൂ? ടേബിൾ വ്യൂവിൽ മാത്രമേ കാണാൻ പറ്റൂ. മെഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റിപ്പോർട്ട് വ്യൂ, കോളവും ടേബിളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആണ് ടേബിൾ വ്യൂ. പിന്നെ ഏതൊരു മെഷർ ബിൽഡ് ചെയ്യുമ്പോഴും ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തിട്ട് മാത്രം ന്യൂ മെഷർ പാസ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ കൺസെപ്റ്റ് ഫാസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താണ്? ആവറേജ് ക്വാണ്ടിറ്റി. നമ്മുടെ കയ്യിൽ ഓൾറെഡി എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്? ജസ്റ്റ് ഈ ഒരു സെയിൽസ് ഡാറ്റയുടെ റോ കൗണ്ട് നോക്കിയാൽ മതി. എത്രയാണ്? 10,889 റോസ്. അപ്പോൾ ഇതുവരെ 3 വർഷം കൂടെ കമ്പൈൻഡ് ആയിട്ട് 10,889 റോസ് ഉണ്ട്. 3 വർഷം എന്ന് പറഞ്ഞാൽ 3 വർഷത്തിൽ എല്ലാ ദിവസവും ഇല്ല. എത്ര ദിവസം മാത്രമേ ഉള്ളൂ? 804 ദിവസം മാത്രമേ പോയിട്ടുള്ളൂ. 2017-ഉം 18-ഉം 19 കംപ്ലീറ്റഡ് അല്ല. അപ്പോൾ 804 ദിവസം കൊണ്ട് എത്ര ട്രാൻസാക്ഷൻ നടന്നു? 10,889 ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ആവറേജ് എത്ര ക്വാണ്ടിറ്റി പോകാം? അതിനാണ് എന്ത് കോൾ ചെയ്യാം? ആവറേജ് ക്വാണ്ടിറ്റി. ഇപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു കോളം ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആരെ യൂസ് ചെയ്യാം? ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഒരു ന്യൂമറിക്കൽ കോളം ഡയറക്റ്റ്ലി അവൈലബിൾ ആയതുകൊണ്ട് ആവറേജ് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇതുപോലെ 10,889 ട്രാൻസാക്ഷൻ നടന്നിട്ടാണ് എത്ര റവന്യൂ ക്രിയേറ്റ് ചെയ്തത്? 26 മില്യൺ എന്ന് പറഞ്ഞ റവന്യൂ ക്രിയേറ്റ് ആയത്. എനിക്ക് എന്ത് ചെയ്യണം? ആവറേജ് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര റവന്യൂ ഡെവലപ്പ് ചെയ്യണമെന്ന് കാണിച്ചു തരണം. ഇത് ആവറേജ് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്ര റവന്യൂ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് പോകണം. ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ആവറേജ് റവന്യൂ അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ആവറേജ് ഫംഗ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ സെയിൽസ് എന്നൊരു കോളം അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഫിസിക്കൽ കോളം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യണം? ഒരു ഇമാജിനറി കോളം എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകണം. അത് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ റോ വൈസും ഐട്രേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടണം. അത് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ?
എക്സ് ഫംഗ്ഷന് മാത്രമേ ചെയ്യാൻ പറ്റൂ. സമ്മിന്റെ കൂടെ എക്സ് ഫംഗ്ഷൻ ഉള്ളതുപോലെ ആരുടെ കൂടെ എക്സ് ഉണ്ട്? ആവറേജിന്റെ കൂടെയും എക്സ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അപ്പൊ എന്ത് കോൾ ചെയ്തു? മെഷീനെ കോൾ ചെയ്യാണ്. ഡമ്മി ടേബിൾ ന്യൂ മെഷർ, മെഷറിന്റെ പേര് തന്നെ ഇവിടെ ആവറേജ് റവന്യൂ എന്ന് പേര് പാസ് ചെയ്യും. ഈക്വൽ ടു ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യാം? ആവറേജ് എക്സ്. അപ്പൊ ഫസ്റ്റ് ചോദിക്കും ഏത് ടേബിൾ ആണ്. എക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ആർഗ്യുമെന്റ്സ് എപ്പോഴും സെയിം ആയിരിക്കും. ഏതാണ് ടേബിൾ? സെയിൽസ് ഡാറ്റ കോമ സെക്കൻഡ് എക്സ്പ്രഷൻ. നിങ്ങൾ ആ കോളം ക്രിയേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്തായിരിക്കും? സെയിൽസ് ഡാറ്റയിലെ ക്വാണ്ടിറ്റി ഇൻറ്റു സെയിൽസ് ഡാറ്റയിലെ പ്രൈസ്. ശേഷം ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തു അല്ലേ? അപ്പോൾ ഈ ടേബിളിൽ എത്ര റോസ് ഉണ്ടോ അത്രയും റോസിന്റെ അകത്തോട്ട് കയറി പെർഫോം ചെയ്യാനുള്ള പെർമിഷൻ ആണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഇപ്പം 10,800 റോസ് ഉണ്ട്. അത്രയും റോസിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ റണ്ണ് ചെയ്യിക്കാൻ പറ്റും, ഹൈഡ്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അത്രയും റോസ് എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ ഹൈഡ്രേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂലോട്ട് ഡയറക്റ്റ് ആറ് കയറി പോകും. ഈ ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കയറിയിട്ട് നമുക്കവിടെ വാല്യൂ റിട്ടേൺ ചെയ്ത് തരും. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2.36K. നമുക്ക് എന്ത് പറയാം? ആവറേജ് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന റവന്യൂ ആണ് 2.36K എന്ന് പറയുന്ന വാല്യൂ. ആവറേജ് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ. ക്ലിയർ ആയൊരു പണി? ക്ലിയർ ആണോ? Yes, sir. റവന്യൂല് എന്ത് ചെയ്യാം? ഡെസിമൽ വാല്യൂ വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വലിയ ഡിജിറ്റ് ഒക്കെ ആകുമ്പോൾ എന്താവും? ഡെസിമൽ പ്ലേസിൽ കാണിച്ചു തരും. 2.36K എന്ന് പറഞ്ഞതായിരിക്കും 2360 സംതിങ് വാല്യൂ അങ്ങനെ എന്താ അത് വരുന്നത്. അവിടെ യൂണിറ്റ് എന്തായി? 1000 വന്നു. അപ്പൊ അറൗണ്ട് അത് വരുന്നത് 2360 സംതിങ് അത്രയും അത് വരുന്നത്. ഇതെങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു വാല്യൂ? 26 million ഡിവൈഡ് ബൈ 10,889. അതാണ് ഈ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അത് ഈ 26 million എന്ന് പറഞ്ഞാൽ എക്സാക്ട് 26 million എന്നല്ല കേട്ടോ. റൗണ്ട് ചെയ്ത് ഒരു റേഞ്ചിന്റെ അകത്തുള്ള വാല്യൂ അത് 25.5ഉം 26.49 മില്യന്റെ അകത്തുള്ള ഏതോ ഒരു വാല്യൂ ആണ് ഇത് ആക്ച്വലി. എക്സാക്ട് 26 million എന്നല്ല. മേ ബി 25 ആകാം, അല്ലെങ്കിൽ 26 സംതിങ് മില്യൺ ആകാം. ക്ലിയർ ആയോ? ഓൺലൈൻ ഞാൻ എന്താ പറയുന്നത് ക്ലിയർ ആണോ? Yes, sir. Clear ആണ്. Clearance. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ 4 ഫംഗ്ഷൻസ് അവിടെ പഠിച്ചു. ഏതൊക്കെയോ? സം എക്സ്, ആവറേജ്, ആവറേജ് എക്സ്. ഒരു എക്സ് ഫംഗ്ഷൻ ഒരു ബേസിക് ഐഡിയ കിട്ടിയോ? എക്സ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഇവിടെ ഒരു ടേബിൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിൽ എത്ര റോസ് ഉണ്ടോ അത്രയും റോസിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ ഐട്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ആ ഫംഗ്ഷന്റെ ബേസിക് കൺസെപ്റ്റ്. അത്രയും. ഇവിടെ 10,889 റോസ് ഉണ്ട്. അത്രയും റോസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐട്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഞാനിവിടെ എന്താണോ കൊടുക്കുന്നത് അതിനവിടെ എനിക്ക് ഐട്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോ ഈ ഒരു കാർഡ് വിഷൻ എടുത്തു കഴിഞ്ഞാൽ കാർഡ് വിഷനത്തേക്ക് 2 ആൾക്കാരെ കാണാൻ പറ്റും. ആരൊക്കെയാണ്? ഈ ഒരു 26 മില്യൺ എന്ന് പറഞ്ഞ വാല്യൂ, താഴെ ടോട്ടൽ സെയിൽസ് എന്ന ഒരു ലേബലും. ഇതിനെ കോൾ ഔട്ട് വാല്യൂ എന്ന് കോൾ ചെയ്യും. താഴെ കാണുന്ന ആളെ കാറ്റഗറി ലേബൽ എന്ന് കോൾ ചെയ്യും. 26 മില്യൺ എന്ന് പറഞ്ഞാൽ കോൾ ഔട്ട് വാല്യൂ, അത് വാല്യൂ, താഴെ വരുന്നത് ലേബലും. അത്ര എടുത്താൽ മതി. 26 മില്യൺ വാല്യൂ, ടോട്ടൽ സെയിൽസ്, ലേബൽ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? കസ്റ്റമൈസ് ചെയ്യണം. നേരെ ഫോർമാറ്റ് പെയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 2 കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. കോൾ ഔട്ട് വാല്യൂ, കാറ്റഗറി ലേബലും. കാറ്റഗറി ലേബൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ? കൺഫ്യൂഷൻ വരും. എന്താണ് 26 മില്യൺ? ഇതാണ് ആര് ചോദിക്കുന്നത്? കാറ്റഗറി ലേബൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി കോൾ ഔട്ട് വാല്യൂന്റെ സൈസും കാര്യങ്ങളും നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈല്, കളറ്, ഇവിടെ അതിന്റെ യൂണിറ്റ് നമുക്ക് അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു? ഓട്ടോ മാറ്റിയിട്ട് ഞാൻ കൊടുത്തു.
നിങ്ങൾക്ക് അത് എക്സാക്ട് എത്രയാണെന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് എക്സാക്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോർ 56,61,209 ആണ് ആക്ച്വലി ആ വാല്യൂ. അത് റൗണ്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആക്ച്വലി 26 മില്യൺ എന്ന് പറയുന്നത്. ആക്ച്വലി 25.66 മില്യൺ ആണ്. റൗണ്ട് ചെയ്യുമ്പോൾ എന്തായി ഡയറക്റ്റ് 26 മില്യൺ ആയിട്ട് വരുന്നു കേട്ടോ. ഈ 2.36K എങ്ങനെ കിട്ടിയെന്ന് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതവിടെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് 2 കോർ 56,61,209 ഡിവൈഡ് ബൈ 10,889 ഉണ്ടോ. ഇതാണ് അവിടെ വരുന്ന വാല്യൂ 2356. ഈ 5-6 റൗണ്ട് ആയിട്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത് 6 വന്നിരിക്കുന്നത്. ഇനി ഇവിടെ സിംഗിൾ ഡിജിറ്റ് കൊടുത്തത് എന്താവും 2.4 ആവും. ക്ലിയർ ആയോ? ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാം. ഞാനിപ്പോ എന്ത് സെലക്ട് ചെയ്തു 1000 സെലക്ട് ചെയ്തു. ഇപ്പൊ കണ്ടോ 1000 ആകുമ്പോൾ ഡിവൈഡ് ബൈ 1000 സംഭവിക്കും. പക്ഷെ വലിയ വാല്യൂ ആണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിനെ മില്യണിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ 26 മില്യൺ ആയി. താഴെ നമുക്ക് എന്ത് ചെയ്യാം ഡെസിമൽ കൺട്രോൾ ചെയ്യാൻ ഞാൻ 2 എന്ന് പാസ് ചെയ്തു. ഇപ്പൊ കറക്റ്റ് കാണാം 25.66 മില്യൺ. അപ്പോൾ വാല്യൂവിൽ വന്നിട്ട് നമുക്ക് അതിന്റെ സൈസും അതുപോലെ യൂണിറ്റും ഡെസിമലിനെയും നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യൂണിറ്റും ഡെസിമൽ പ്ലേസസും. തൽക്കാലം 0 തന്നെ കൊടുത്തോളൂ. യൂണിറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ആ കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ സ്റ്റൈലും കാര്യങ്ങളും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് കാണാൻ പറ്റും സൈസ് ആൻഡ് സ്റ്റൈൽ. സൈസ് ആൻഡ് സ്റ്റൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. മീൻസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണം. ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് എന്ത് ചെയ്യാം അത് ഓഫ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നല്ല, ഒരു ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇമേജിന്റെ മുകളിൽ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യും അത് ആക്സെപ്റ്റ് ചെയ്യും. തൽക്കാലം അവിടെ ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്തു, കളർ ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തു. കണ്ടോ അതിന്റെ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളും എനിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് ഒരു ബോർഡർ വേണമെങ്കിൽ എന്ത് ചെയ്യാം താഴെ ബോർഡർ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ബോർഡർ വരും. ബോർഡർ മാത്രമല്ല ആ ബോർഡറിന്റെ 4 എഡ്ജിന്റെ കോർണർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ റൗണ്ടഡ് കോർണേഴ്സ് വേണമെങ്കിൽ അതാക്കാം. 4 എഡ്ജും ഞാൻ റൗണ്ട് ആക്കി മാറ്റി. ഇനി അതിനൊരു ഷാഡോ എഫക്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാം. താഴെ ഷാഡോ കാണാൻ പറ്റും. അതായത് 3D എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം അത് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് കസ്റ്റമൈസേഷൻ ആ വിഷ്വലിന് അവൈലബിൾ ആണ് കേട്ടോ. അവരുടെ ഒരു 3D എഫക്റ്റ് പോലെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനാണ് ബാക്ക്ഗ്രൗണ്ടും ബോർഡറും ഷാഡോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ബോർഡർ ഉണ്ട്, പക്ഷെ എനിക്ക് ബോർഡർ ഇല്ലാത്തൊരു ഫീൽ വരും. എന്തുകൊണ്ടാ ബാക്ക്ഗ്രൗണ്ടും ബോർഡറും ഞാൻ ഒരേ കളർ ചൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ബോർഡർ ഉണ്ട്. ബോർഡർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു റൗണ്ടഡ് കോർണേഴ്സ് കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്തു ബോർഡർ ഓൺ ചെയ്തിട്ട് ബോർഡറിന്റെയും ബാക്ക്ഗ്രൗണ്ട് കളറും സെയിം പാസ് ചെയ്തു. അപ്പൊ ബോർഡർ അവിടെ വരക്കാത്തൊരു ഫീൽ ഉണ്ടാവും. ഡിഫോൾട്ട് ആയിട്ട് ബോർഡറിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ കേട്ടോ. കളർ ചേഞ്ച് ചെയ്യുക, ഷാഡോ പോലുള്ള കാര്യങ്ങൾ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പഠിച്ചിട്ടില്ലേ, അതുപോലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. പക്ഷെ അതിന്റെ ഇവിടെ നമ്മൾ അഡ്വാൻസ് ലെവലിലാണ് കാര്യങ്ങൾ ചെയ്യുക.
അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫോർമാറ്റ് പെയിനിൽ എവിടെയൊക്കെ FX സിമ്പിൾ കാണുന്നുണ്ടോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ അതിൽ ഒന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഗ്രേഡിയന്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയിൽ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എന്താ പറയുക കസ്റ്റമൈസേഷൻ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പവർ BI ചെയ്തെടുക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം എന്തൊക്കെ അവസാനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലതിന്റെ. ഡെമോ മീൻസ് എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇവിടുത്തെ ഈ ഒരു പവർ BI ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഇതുപോലെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ മിനിമം എന്നേ പറയുന്നു, മാക്സിമം നിങ്ങളുടെ കയ്യിലാണ്. ഇതിൽ ചെയ്യുന്നതിന്റെ കാളിയും ഒരു 5-10 ഇരട്ടി കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് റിപ്പോർട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് കണ്ടോ, ജസ്റ്റ് ഇതിലൊന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ 3 പേജ് ഉണ്ട് ആക്ച്വലി. നമുക്കിപ്പോ ഇവിടെ പവർ BI ഇവിടെ 4 പേജ് കണ്ടോ, അതുപോലെ ഈ റിപ്പോർട്ടിൽ 3 പേജാണ് ഉള്ളത്. അതിന്റെ പേരാണ് സെയിൽസ് അനലറ്റിക്സ്, പ്രോഫിറ്റ്, ഡെമോഗ്രാഫിക്സ്. അതിലിപ്പോ നമ്മൾ ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത്? സെയിൽസ് അനലറ്റിക്സ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഒരു ഹൈലൈഷനും കൊണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ടോ? പവർ BI ചെയ്യുന്ന കാര്യം അത്. ഇനി ഇവിടെ തന്നെ അടുത്തൊരു ചേഞ്ച് കാണാൻ പറ്റും. ഇനി ഞാൻ അടുത്ത പേജിലോട്ട് പോവാണ്. ഇവിടെ ഞാൻ പ്രോഫിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന ചേഞ്ച് കണ്ടോ, പേര് പോലും ചേഞ്ച് ആയി. പ്രോഫിറ്റ് മാറിയിട്ട് എന്തായി? പ്രോഫിറ്റ് അനാലിസിസ് ആയി. സെയിൽസിന്റെ പേര് നേരത്തെ സെയിൽസ് അനാലിസിസ് ആയിരുന്നു, ഇപ്പൊ എന്തായി? സെയിൽസ് ആയിട്ട് മാറി കേട്ടോ. ഇനി ഡെമോഗ്രാഫിക്സ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോളൂ, അതെന്തായി? ഡെമോഗ്രാഫിക്സ് മാറിയിട്ട് കസ്റ്റമർ ഡെമോഗ്രാഫിക്സ് ആയിട്ട് മാറി. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഇനി താഴെ അടുത്തൊരു ഫീച്ചർ കാണിച്ചു തരാം. ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ക്ലിക്ക് ഹിയർ ടു ഫിൽട്ടർ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലൈസേഴ്സ് വന്നുണ്ടോ. ഇവിടെ വരുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഹൈഡ് ആയിട്ടും പോയി. എനിക്കൊരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ കാണാൻ പറ്റും. അത്രയും നന്നായിട്ട് നമുക്ക് പവർ BI റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, അത് ഞാൻ ആദ്യമേ പറയാം. ഇതൊക്കെ എനിക്ക് ഇവിടുത്തെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഡെമോ ഞാനിവിടെ കാണിച്ചു തന്നത് മാത്രമേ. ഇതൊക്കെ ഇതിന്റെ ഓരോ ഫീച്ചേഴ്സ് വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫോർമാറ്റ് പെയിനിൽ വരുന്ന കളർ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കാർഡിൽ ഇത്രയും ഫോർമാറ്റ് ചെയ്തു. എനിക്ക് ഇവിടെ വരുന്ന ഈ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയിലും ഇതേ ഫോർമാറ്റിംഗ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഇവിടെ ചെയ്ത് ഇതേ ഫോർമാറ്റിംഗ് കാര്യങ്ങളും എനിക്ക് എക്സാക്ട്ലി ഇതിലും കിട്ടണം. നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഇപ്പുറത്ത് ചെയ്യോ? ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിരിക്കും. ഒരുപാട് മീൻസ് ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിരിക്കും. ഇപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യണം, കളർ നോക്കണം, അതിപ്പുറത്ത് കൊടുക്കണം. എന്താണ് റൗണ്ടഡ് കോർണർ എത്ര പെർസെന്റേജ് റൗണ്ട് ഇരിക്കുന്നത് അത് നോക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ ഫോർമാറ്റ് കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ കൊടുക്കണം, ഈ വിഷ്വലിന് പാസ് ചെയ്യണം. അതിനാണ് ഫോർമാറ്റ് പെയിന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഫോർമാറ്റ് പെയിന്റർ വിഷ്വൽ സെലക്ട് ചെയ്യാം. മുകളിലെ ഹോം ടാബിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഫോർമാറ്റ് പെയിന്റർ. ജസ്റ്റ് ഫോർമാറ്റ് പെയിന്റർ സെലക്ട് ചെയ്യാം. അപ്പൊ ഒരു കേഴ്സർ ഒരു ബ്രഷ് സ്റ്റൈലിലോട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഐ മീൻസ് ഫോർമാറ്റ് കോപ്പി ആയി. നിങ്ങൾക്ക് എങ്ങോട്ടാണോ ഫോർമാറ്റ് കൊടുക്കേണ്ടത് ആ വിഷ്വൽ ജസ്റ്റ് പോയിട്ടൊന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അതിലോട്ട് ഫോർമാറ്റ് ഈവൺ ആ ഒരു ഇതുപോലും പോയി, എന്താ പറയാ, യൂണിറ്റ് പോലും അതിലോട്ട്. ഇപ്പൊ 0 മില്യൺ എന്ന് കാണിക്കുന്ന റീസൺ എന്താ? 21,000 മില്യണിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് എന്താവും? 0 ആവും. 21,000 ഡിവൈഡ് ബൈ 10 lakh. 1 മില്യൺ 10 lakh ആണല്ലോ. എന്താവും? 0 സംതിങ് വാല്യൂ ആയിരിക്കും. ഡെസിമൽ കൊടുക്കാത്തതുകൊണ്ട് എന്തായി? അത് 0 മില്യൺ ആയല്ലോ. അതുവരെ ഇങ്ങോട്ട് കോപ്പി ആയി. അത് നമ്മൾ മാനുവലി പോയിട്ട് ഇപ്പൊ ചേഞ്ച് ചെയ്യേണ്ടി വരും. കോഡഡ് വാല്യൂ വന്നിട്ട് ഇവിടെ മില്യൺ മാറ്റിയിട്ട് എന്താക്കേണ്ടി വരും? 1000. ഇപ്പൊ ശരിയുണ്ടോ? നമ്മളൊരു വിഷ്വൽ ചെയ്ത് എൻറ്റയർ ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വിഷ്വലോട്ട് ഇതുപോലെ ഫോർമാറ്റ് പെയിന്റർ വെച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർമാറ്റിനെ മാത്രം. ആ സെക്ഷൻ വലുതാത്ത പോലെ ഓപ്ഷൻ ഉണ്ട്. എന്താ കാണുന്നില്ലേ? ഐക്കൺ മാത്രമുണ്ട്. ചിലപ്പോ ഐക്കൺ മാത്രമായിരിക്കും ഉണ്ടാവില്ല. ഐക്കൺ നോക്കിയിട്ട് മനസ്സിലാക്കി അതിന് മുകളിൽ മൗസ് പോയിന്റർ നോക്കുമ്പോൾ എന്താണെന്ന് കാണിച്ചു. ഓരോ സ്ക്രീനിന്റെ സൈസ് ഒക്കെ പോലെ അത് അഡ്ജസ്റ്റ് ആക്കുക.
എല്ലാവർക്കും ഫോർമാറ്റ് പെയിന്റർ എന്താണെന്ന് മനസ്സിലായോ? ഈ വിഷനിൽ എന്തൊക്കെ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഫോർമാറ്റ് മുഴുവൻ നമുക്ക് അടുത്ത വിഷയിലോട്ട് കൊടുക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഫോർമാറ്റ് പെയിന്റ്. ഇത് പവർ ബിയിലെ കൺസെപ്റ്റ് മാത്രമൊന്നുമല്ല കേട്ടോ, എക്സലിലും വേർഡിലും പവർ പോയിന്റിലൊക്കെ ഇല്ല അതേ കൺസെപ്റ്റ് ആണ് ഫോർമാറ്റ് പെയിന്റർ. അപ്പൊ എല്ലാവർക്കും ഇതുവരെ എടുത്ത് ഈ 4 ഫംഗ്ഷനെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യാതില്ലൊരു ചെറിയ അടുത്തൊരു ട്രിക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതേ സൈസിൽ നിങ്ങൾക്ക് അടുത്തൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾ അടുത്തൊരു മെഷർ ഡിസ്പ്ലേ ചെയ്യണം. നിങ്ങൾ നോർമൽ എന്താ ചെയ്യാം? വീണ്ടും കാർഡ് വിഷ്വൽ സെലക്ട് ചെയ്യുകയല്ലേ? വീണ്ടും കാർഡ് വിഷ്വൽ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ സൈസിൽ വീണ്ടും ഒരു കാർഡ് തന്നെ നിങ്ങൾക്ക് കിട്ടണം ഇതേ ഫോർമാറ്റിൽ. ജസ്റ്റ് ഇത് കൺട്രോൾ-C കൺട്രോൾ-V അതിന്റെ ഒരു കോപ്പി പേസ്റ്റ് എടുക്കുക. ഇപ്പൊ ഇതില് വീണ്ടും ടോട്ടൽ സെയിൽസ് ആണ് വാങ്ങേണ്ടി വരിക. ഇല്ല, അത് റിമൂവ് ആയിട്ട് ആവറേജ് ക്വാണ്ടിറ്റി കണക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ അവിടെ ഫോർമാറ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. കോപ്പി പേസ്റ്റും അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എല്ലാം അതുപോലെ കോപ്പി പേസ്റ്റ് ആവും. നമ്മൾ നോക്കിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ ഒരിക്കലും മില്ലിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. എന്താക്കി 1000-ലും പറ്റില്ല, ഓട്ടോ കൊടുത്തു, അപ്പോൾ കറക്റ്റ് വന്നു കേട്ടോ. ഒരു സിംഗിൾ ഡിജിറ്റ് വാല്യൂ ഒക്കെ മില്ലിൽ ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതിൽ ഏത് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ആണെങ്കിൽ കോപ്പി പേസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമാറ്റ് പെയിന്റർ ആണെങ്കിൽ ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ ഫോർമാറ്റും അപ്പുറത്തോട്ട് പോകും. അപ്പൊ യൂണിറ്റും എല്ലാം മാറിയിട്ടുണ്ടാവും. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഇതുവരെ ചെയ്ത എല്ലാ ഫങ്ഷൻസ് അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആണോ? എന്നാൽ ഇതിന്റെ ഒരു അടുത്തൊരു ലെവലിലോട്ട് മൂവ് ചെയ്തുകൂടെ? കുഴപ്പമില്ലല്ലോ. ഓൺലൈൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ് സാർ. ഓക്കെ. ഇനി എനിക്ക് അടുത്തത് ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിച്ചു, ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. നമ്മൾ ഏതൊരു സെയിൽസിന്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും റവന്യൂ, പ്രോഫിറ്റ്, കോസ്റ്റ്, ക്വാണ്ടിറ്റി ഒക്കെ. ഒന്നിക്കൽ ആ ഡാറ്റയിൽ ഇതെല്ലാം ഓരോ കോളത്തിൽ കൊടുത്തിട്ടുണ്ടാവും. റവന്യൂ, ക്വാണ്ടിറ്റിയും, കോസ്റ്റും, പ്രോഫിറ്റും ഒക്കെ. ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഏതെങ്കിലും രണ്ടാൾക്കാർ അതിലുണ്ടാവും. ഒന്നുകിൽ പ്രോഫിറ്റും റവന്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോഫിറ്റും കോസ്റ്റും ഉണ്ടാവും, ഇല്ലെങ്കിൽ റവന്യൂവും കോസ്റ്റും ഉണ്ടാവും. അപ്പൊ റവന്യൂയും കോസ്റ്റും കണ്ടുപിടിച്ച് നമുക്ക് ആരെങ്കിലോട്ട് പോവാം, പ്രോഫിറ്റിലോട്ട് ഒബ്വിയസ്ലി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ മൂന്നും ഒരുപോലെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടാൾക്കാരെ കൂടി ഉണ്ടാവും. ഒന്ന് മാത്രം വെച്ച് നമുക്ക് മൂന്നാമത്തെ ആളെ ബാക്കി രണ്ടാൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതെങ്കിലും രണ്ടെണ്ണം എപ്പോഴും എന്തുണ്ടാവും, ഇതിന്റെ അകത്ത് ഉണ്ടാവും. നമ്മളിവിടെ ഇപ്പൊ എന്ത് കണ്ടുപിടിച്ചു? റവന്യൂ മീൻസ് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിച്ചു. ഇവിടെ ഇനി പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ ആരുണ്ടാകാൻ ചാൻസ് ഉണ്ട്? കോസ്റ്റ് ഉണ്ടാകണം. കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആരിലോട്ട് പോകാൻ പറ്റും? പ്രോഫിറ്റിലോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനകത്ത് നമുക്ക് കോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ അനാലിസിസ് എപ്പോഴും ബേസ് ചെയ്ത് ചെയ്യാം, ഫാക്ട് ടേബിൾ. ഫാക്ട് ടേബിളിലോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ചെക്ക് ചെയ്തു കോസ്റ്റ് ഉണ്ടോ. അതായത് അറൌണ്ട് 10,889 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. എത്ര പ്രൊഡക്റ്റ് വെച്ചിട്ട്?
101 പ്രൊഡക്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന്റെയും ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റിയുടെ പ്രൈസ് ഉണ്ട്. ഓരോ പ്രൊഡക്റ്റും മേക്ക് ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പക്ഷെ കോസ്റ്റ് എപ്പോഴെങ്കിലും നമ്മൾ ഫാക്ട് ടേബിളിൽ സ്റ്റോർ ചെയ്ത് നോക്കും. ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ബില്ലിൽ എപ്പോഴെങ്കിലും പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കാണാറുണ്ടോ? കോസ്റ്റ് എവിടെ മാത്രമേ ഉണ്ടാവും? പ്രൊഡക്റ്റ് ഡാറ്റ ഡിമെൻഷൻ ടേബിളിൽ മാത്രമേ. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് അത് ഉണ്ടോ ചെക്ക് ചെയ്യാം. ഇവിടെ വരുമ്പോൾ എന്താണ്, ഇവിടെ ഓരോ പ്രൊഡക്റ്റിനും അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന കോസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത്ര കോസ്റ്റ് വരും. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി ആണ് പോകുന്നത്, എന്താണ് മൾട്ടിപ്പിൾസ് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്വാണ്ടിറ്റിയും കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് കൺസെപ്റ്റിലോട്ട് പോകും? സം എക്സ് എന്ന ഫംഗ്ഷന്റെ കൺസെപ്റ്റിലോട്ട് പോകും. പക്ഷെ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ക്വാണ്ടിറ്റി സെയിൽസ് ഡാറ്റയിലും കോസ്റ്റ് പ്രൊഡക്റ്റ് ഡാറ്റയിലും. സം എക്സിനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എങ്ങനെ ചെയ്യാം? ക്വാണ്ടിറ്റി സെയിൽസ് ഡാറ്റയിലും എന്താണ് കോസ്റ്റ് പ്രൊഡക്റ്റ് ഡാറ്റയിലും. പക്ഷെ എനിക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? ഓപ്ഷൻ ടേബിൾ ആക്കാൻ പറ്റും. പുതിയ ടേബിൾ ആക്കേണ്ട ആവശ്യമില്ല. വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല. ഇത് നമ്മുടെ പ്യുവർ ലോജിക്കിന്റെ ബേസ് ചെയ്ത് വർക്കിംഗ് കാര്യം. സാർ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്താലോ? അതായത് എനിക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഇൻറ്റു കോസ്റ്റ്. ഇപ്പൊ ക്വാണ്ടിറ്റി സെയിൽസ് ഡാറ്റയുടെ അകത്തും ഉണ്ട്, കോസ്റ്റ് പ്രൊഡക്റ്റ് ഡാറ്റയുടെ അകത്തും ഉണ്ട്. കണ്ടോ? പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ എന്ത് പറ്റില്ല, എക്സ് ഫംഗ്ഷന്റെ കൺസെപ്റ്റിലോട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ക്വാണ്ടിറ്റി സെയിൽസ് ഡാറ്റയിലും കോസ്റ്റ് പ്രൊഡക്റ്റ് ഡാറ്റയിലും. അപ്പൊ ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല. ഈ കോസ്റ്റിന്റെ സമ്മ ആദ്യം കണ്ടിട്ട് അത് ഒരു ടേബിൾ പോലെ, എന്നിട്ട് അത് കാൽക്കുലേഷൻ അങ്ങനെ പറ്റുമോ? ഇല്ല. നമുക്കിവിടെ സം എക്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സം എക്സിന്റെ അകത്ത് ഒരു ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിലെ കോളം മാത്രമേ പിന്നെ അപ്പുറത്ത് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ എപ്പോഴും ഏത് ടേബിളിനെ ബേസ് ചെയ്തിട്ട് അനാലിസ് ചെയ്യാം? ഡിമെൻഷൻ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണോ ഫാക്ട് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണോ? ഫാക്ട് ടേബിളിനെ ബേസ് ചെയ്ത് മാത്രമേ ചെയ്യൂ. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ടേബിൾ ആരായിരിക്കും? സെയിൽസ് ഡാറ്റ. അപ്പൊ നമ്മള് സം എക്സിന്റെ ന്യൂ അകത്ത് സെയിൽസ് ഡാറ്റ ടേബിളിൽ മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ പറ്റൂ. വെച്ചിട്ട് ഉം. ന്യൂ ടേബിളിൽ നിന്ന് ഓപ്ഷൻ വെച്ചിട്ട് ക്വാണ്ടിറ്റിനെയും കോസ്റ്റിനെയും കൂടി അവിടെ ആഡ് ചെയ്തിട്ട് ആ ടേബിളിനെ വെച്ചിട്ട് സം ചെയ്യാലോ. അതിന് നമുക്ക് എന്ത് വേണം? ഈ ഒരു പ്രൊഡക്റ്റ് ഐ ഡി ഈ ഒരു ദിവസം ഈ ഒരു കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കോസ്റ്റിന് എനിക്ക് ഇവിടെ കിട്ടണം. എന്നാലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് അനാലിസ് ചെയ്ത ടേബിളിനെ ബേസ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഫാക്ട് ടേബിളിനെ ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഫാക്ട് ടേബിളിലോട്ട് ആര് വരണം? കോസ്റ്റ് വരണം. പക്ഷെ ഫാക്ട് ടേബിളിൽ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഫാക്ട് ടേബിളിലോട്ട് എങ്ങനെ കോസ്റ്റിനെ കോൾ ചെയ്യാം? അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അത് പവർ ബിൽ എങ്ങനെയാന്നല്ല, അതിനെങ്ങനെ കോൾ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ടെക്നിക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്. പറഞ്ഞുതരാം. എനിക്ക് ഫാക്ട് ടേബിളിലോട്ട് ഡിമെൻഷൻ ടേബിളിലെ കോസ്റ്റിനെ കൊണ്ടുവരണം. അത്രേ എനിക്കുള്ളൂ. അതിന്റെ Join ടെക്നിക്ക് അടിക്കാനാണോ? ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ജോയിൻ ചെയ്യാനല്ലേ? ജോയിൻസിന്റെ ഇത്രയും common ടെക്നിക്ക്. വെച്ച്. ആ, അതെ, പറഞ്ഞത് കറക്റ്റ് ആണ്. ജോയിൻസ് പഠിച്ച എല്ലാവർക്കും അറിയോ ഇതിനെ ജോയിൻസ് യൂസ് ചെയ്യുന്നത്? രണ്ട് ടേബിൾ ഉണ്ട്. ആ രണ്ടിടത്തും പ്രോഡക്റ്റ് ടേബിളിൽ ഐഡി മാച്ചിങ് കോളംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ടേബിളിലോട്ട് മറ്റൊരു ടേബിളിൽ നിന്നുള്ള വാല്യൂസിനെ കോൾ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്? എനിക്ക് സെയിൽസ് ഡാറ്റയിലോട്ട് പ്രൊഡക്റ്റ് ഡാറ്റ എന്നുള്ള ആൾക്കാരെ കോൾ ചെയ്യണം. പ്രൊഡക്റ്റ് ഡാറ്റ ആരെ കോൾ ചെയ്യേണ്ടത്? കോസ്റ്റിനെ. അപ്പൊ ഫസ്റ്റ് ചെക്ക് എന്താ? രണ്ട് ടേബിളിലും മാച്ചിങ് കോളംസ് ഉണ്ടോ? മാച്ചിങ് കോളംസ് ഉണ്ടോ? ഉണ്ടാരാ? പ്രൊഡക്റ്റ് ഐഡിയും പ്രൊഡക്റ്റ് ഐഡി. നമുക്ക് ഈസിലി എന്ത് ചെയ്യാം? മെർജ് കൊറീസ് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഏത് ടേബിളിലോട്ട് ഏത് ടേബിളിനാ വാല്യൂനെ കോൾ ചെയ്യേണ്ടത്? സെയിൽസ് ഡാറ്റയിലോട്ട് പ്രൊഡക്റ്റ് ഡാറ്റയിൽ നിന്ന് വാല്യൂസിനെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ മെർജ് കൊറി വെച്ചിട്ട് നിങ്ങൾക്ക് ആ കോസ്റ്റിനെ സെയിൽസ് ഡാറ്റയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? മെർജ് കൊറിയുടെ ഹെൽപ്പോട് കൂടെ സെയിൽസ് ഡാറ്റയുടെ കൂടെ പ്രൊഡക്റ്റ് ഡാറ്റയിൽ നിന്ന് കോസ്റ്റിനെ കോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചിട്ടല്ലോ ഓൾറെഡി ഇംപ്ലിമെന്റേഷൻ ഒക്കെ. പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? അവിടുന്ന് കോസ്റ്റിന് ഇങ്ങോട്ട് കോൾ ചെയ്യുക. ഇവിടെ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ യൂസ് ചെയ്യാം? സം എക്സ് ഈസിലി യൂസ് ചെയ്യാം. മനസ്സിലായോ? ഉം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.
എല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. മെർജ് ക്വറീസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, സം എക്സും ചെയ്യാൻ അറിയാം. അപ്പൊ മെർജ് ക്വറീസിന്റെ ഹെൽപ്പോട് കൂടെ കോസ്റ്റിനെ ഫാക്ട് ടേബിളിൽ കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് സം എക്സ് വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഓൺലൈൻ ചെയ്ത് ആൻസർ കിട്ടിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല എല്ലാവർക്കും? പ്രൊഡക്റ്റ് ഇത് ടേബിളിൽ നിന്ന് ഏതായിരുന്നു എടുക്കണ്ടേ? എന്താണ്, എനിക്ക് സെയിൽസ് ഡാറ്റയിലോട്ട് പ്രൊഡക്റ്റ് ഡാറ്റയിൽ നിന്ന് കോസ്റ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ കോസ്റ്റിന് എന്ത് ചെയ്യുക, സെയിൽസ് ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് സം എക്സിന്റെ ഹെൽപ്പോട് കൂടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ക്ലിയർ ആയതിനെ? പ്രൈസ് എന്ന് പറഞ്ഞല്ലേ സെയിൽസ് ഡാറ്റയിലുള്ളതിനല്ലേ കോസ്റ്റ്? സെയിൽസ് ഡാറ്റയിൽ കോസ്റ്റ് ഇല്ല, സെയിൽസ് ഡാറ്റയിൽ പ്രൈസ് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൊഡക്റ്റ് ഡാറ്റയിലാണ് കോസ്റ്റ് ഉള്ളത്. എനിക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ക്വാണ്ടിറ്റിയും കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് ഇനി മനസ്സിലായി ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എന്ത് ചെയ്തു, ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ, മെഷറിന്റെ പേര് ഞാൻ അവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പാസ് ചെയ്തു, ഈക്വൽ ടു സം എക്സ്. നമ്മൾ ഏത് ടേബിളിന് എപ്പോഴും യൂസ് ചെയ്യാം അനാലിസിന്? സെയിൽസ് ഡാറ്റ കോമ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി ഇൻറ്റു ആരാ ചെയ്യേണ്ടത്, കോസ്റ്റ്. കോസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ കോളം കാണിച്ചു തരുമോ? ഇല്ല. എന്തുകൊണ്ട് കാണിച്ചു തരില്ല? സെയിൽസ് ഡാറ്റയിൽ അങ്ങനെ ഒരു കോളം ഇല്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസ് ഡാറ്റയിലെ കോളത്തിനെ മാത്രമേ കോൾ ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ കോൾ ചെയ്യരുത്. അപ്പൊ സം എക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സം എക്സ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആ ടേബിളിന്റെ കൂടെ പ്രൊഡക്റ്റ് ഡാറ്റ എന്നുള്ള കോസ്റ്റിനെ കോൾ ചെയ്യണം. ആ കോൾ ചെയ്യാനാണ് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യുക, മെർജ് ക്വറീസ്. അപ്പൊ ഫസ്റ്റ് മെർജ് ക്വറീസ് വെച്ച് എന്ത് ചെയ്യുക, ആ കോളത്തിനെ കോൾ ചെയ്യുക, എന്നിട്ട് സം എക്സ് വെച്ചിട്ട് ഔട്ട്പുട്ട് ചെയ്യുക. അജിത്തിന് ക്ലിയർ ആയോ? എങ്ങനെ? ഇല്ല, പോയിട്ട് മെർജ് ചെയ്തിട്ട് ആവശ്യമുള്ള കോളം മാത്രം select ആ, ചെയ്യുക. ആവശ്യമുള്ള കോളം മാത്രം സെലക്ട് ചെയ്താൽ പോരെ. മെർജ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, കോസ്റ്റിനെ മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി. എന്നിട്ട് പവർ ബിയിലോട്ട് ലോഡ് ചെയ്യുക, എന്നിട്ട് സം എക്സ് വെച്ചിട്ട് ചെയ്യുക. അതിൽ മെർജ് കൊറീസ് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ആരും പോയിട്ട് മെർജ് കൊറീസ് ന്യൂ ഒന്നും കൊടുക്കരുത്, രണ്ട് ഫാക്ട് ടേബിൾ ആയി പോകും. മെർജ് കൊറീസ് മാത്രം ചെയ്താൽ മതി. മീൻസ് എന്റെ ഫാക്ട് ടേബിളിലോട്ട് തന്നെ എനിക്ക് ചേഞ്ച് വേണം. ഇപ്പൊ മനസ്സിലായി? മുമ്പ് പഠിച്ച കാര്യങ്ങളും അവിടെ കണക്ട് ചെയ്യാൻ തുടങ്ങിയുണ്ടോ? ഓൺലൈൻ ചെയ്ത് ആൻസർ കിട്ടിയവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഇപ്പോഴും കൺസെപ്റ്റ് ഒന്നും മനസ്സിലായെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ടേബിളിലോട്ട് ആഡ് ചെയ്തു, ഇനി എന്ത് കാണാനാ പറഞ്ഞത്? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ആണ്. Ja, പറയാം. അത് മെർജ് കൊറീസ് പഠിച്ചതിനോട് വ്യക്തമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എല്ലാവരും 100% ഓക്കെ വന്നതായിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ആക്ച്വലി.
സർ 17 മില്യൺ ആണ്. ലെഫ്റ്റ് പറയുമ്പോൾ ലെഫ്റ്റിലുള്ള എല്ലാം വരും, പിന്നെ റൈറ്റിൽ കോമൺ ആയിട്ട് മാത്രം അപ്പൊ പിന്നെ പ്രൊഡക്റ്റ് ഏത് മാത്രമേ അങ്ങനെ കോമൺ ലെഫ്റ്റ് അപ്പം സെവൻറ്റീൻ മില്യൺ. ഓൺലൈൻ 2 പേർക്ക് എത്ര ആൻസർ കിട്ടിയേ? 2 അല്ല 3 പേർക്ക് എത്ര? 17 മില്യൺ. 17 മില്യൺ. ഞാൻ ഒരിക്കലും നമ്മളോട് ആരും ജോയിൻസ് ആണോന്നും പറയില്ല കേട്ടോ. ആസ് അനലിസ്റ്റ് നമ്മളത് കണ്ടുപിടിക്കണം, ജോയിൻസ് ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യുന്നുള്ളത് കേട്ടോ. ഉം. ഇതുപോലെ ആയിരിക്കും അതിന്റെ പ്രാക്ടിക്കൽ സിനാരിയോ വരാൻ പോകുന്നത്. ഒരിക്കലും ക്ലയന്റ് നമ്മളോട് പറഞ്ഞിട്ട് അവിടെ ജോയിന്റ് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ പറയുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ അവർ നമ്മുടെ അടുത്തോട്ട് വരേണ്ട ആവശ്യമില്ല. 2 ടൈപ്പ് ക്ലയന്റ് ഉണ്ട് കേട്ടോ. ഒന്നവർക്ക് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം, അവർ അറിയാത്ത പോലെ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ക്ലയൻസും ഉണ്ട്. അത് അവസാനം നമുക്ക് മനസ്സിലാവും, എന്തൊക്കെ ഒരു പണി കിട്ടുന്ന സമയത്ത് മനസ്സിലാവും ഇയാൾക്ക് ഇതെല്ലാം അറിയാം, അറിയാത്ത പോലെ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്ന ആളായിരുന്നു കേട്ടോ. എന്റെ ടൈപ്പ് ഉണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഫാസ്റ്റർ ആയിട്ട്. മെർജ് ക്വറീസ് ഒരിക്കലും പവർ ബി ഐയിൽ പോസിബിൾ അല്ല. എന്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ? പവർ ക്വറി 2 ടേബിൾ തമ്മിൽ കണക്ട് ചെയ്യേണ്ട സ്റ്റെപ്പാണ്. ഏത് ടേബിളിലോട്ട് ഡാറ്റ ആഡ് ചെയ്തത്? സെയിൽസ് ഡാറ്റ. ഇപ്പോൾ സെയിൽസ് ഡാറ്റ സെലക്ട് ചെയ്യുക, ഹോം ടാബ്, കമ്പനി ഗ്രൂപ്പ്, മെർജ് ക്വറീസ്. അതിൽ എന്ത് തന്നെ ചൂസ് ചെയ്യുക? മെർജ് ക്വറീസ്. എന്തുകൊണ്ടാണ്? സെലക്ട് ചെയ്ത ടേബിളിൽ തന്നെ ചേഞ്ചസ് വരുത്തണം. മെർജ് ക്വറീസ്. ഇപ്പോൾ ഫസ്റ്റ് ടേബിൾ ഫിക്സഡ് ആയി, ഇനി സെക്കൻഡ് ടേബിൾ എവിടെ നിന്നാണ് വാല്യൂനെ കോൾ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഡാറ്റ. അതിനുശേഷം മാച്ചിങ് കോളംസ് സെലക്ട് ചെയ്ത് കൊടുക്കണം, പ്രൊഡക്റ്റ് ഐ ഡി ടു പ്രൊഡക്റ്റ് ഐ ഡി. ലെഫ്റ്റ് ഔട്ടറിന്റെ ആവശ്യം അവിടെ ഉള്ളൂ. നമുക്ക് എന്ത് വേണം? ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റോസും ഉണ്ടാകണം. അതിലെന്താണ്? ഓരോ ട്രാൻസാക്ഷൻസുമാണ്. ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ട്രാൻസാക്ഷൻ പോലും നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് റിമൂവ് ആയി പോകരുത്. ഇന്നർ കൊടുത്താൽ റിമൂവ് ആകാന്നുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? മാച്ചിങ് ഉള്ള ആൾക്കാരെ മാത്രമേ റിട്ടേൺ ചെയ്യൂ. അപ്പൊ അതവിടെ ഒഴിവാക്കാൻ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഔട്ടർ ചൂസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ എന്തായി? പ്രൊഡക്റ്റ് ഡാറ്റ ടേബിൾ ഇതിന്റെ കൂടെ മെർജ് ആയി. അതിൽ നിന്ന് നമുക്ക് ആരെയാണ് ആവശ്യമുള്ളത് എന്ത് ചെയ്യാം? കോൾ ചെയ്യാം. ആരെ മാത്രം മതി? പോസ്റ്റിനെ മാത്രം കോൾ ചെയ്യുന്നു. അവിടെ ഓക്കെ പാസ് ചെയ്യുന്നു. ഇനി എന്ത് പാസ് ചെയ്യാം? ഹോം ടാബിൽ വന്നിട്ട് ക്ലോസ് ആൻഡ് അപ്ലൈ. അപ്പൊ ആ കോഴ്സ് നേരെ നമ്മുടെ ഫാക്ട് ടേബിളിന്റെ ഒരു പാർട്ടായിട്ട് മാറും. ഇനി നമുക്ക് ഈസിലി ആര് യൂസ് ചെയ്യാം? സമ്മെക്സ് അവിടെ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാ? ഇതിന്റെ അകത്ത് തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്, കോസ്റ്റും ഉണ്ട്. സമ്മെക്സ് ഓഫ് സെയിൽസ് ഡാറ്റ കോമ ക്വാണ്ടിറ്റിന്റെ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. Yes, sir. ഓൺലൈൻ ചെയ്ത് ആൻസർ കിട്ടിയവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ആൻസർ കിട്ടിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഓഫ്ലൈൻ 4 പേര് കംപ്ലീറ്റ് ആയോ? ഓക്കെ. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നത് സൂര്യ, ഷബ്ബാസ്, നിഖിൽ, ആര്യ, അനന്തു, ആയിഷ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് സർ. സിസ്റ്റം കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല.
നമ്മളൊരു കമ്പനിയിൽ പോയിട്ട് ഇതുപോലെ ക്ലയന്റ് പ്രൊജക്ട് അങ്ങനെ ഒന്നും വരുമ്പോഴില്ലേ, അവരോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം സംസാരിക്കാൻ പോകണം കേട്ടോ. നമ്മൾ വിചാരിക്കും ആൾക്കൊരു നോളജ് ഇല്ല നമ്മൾ വിചാരിക്കും, പക്ഷെ ക്ലയന്റ് അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും. അവരൊന്നെങ്കിലും അറിയാത്ത ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് അവർ പഠിച്ചിട്ട് മാത്രമേ നമ്മുടെ അടുത്തോട്ട് വരൂ. ഉം. അതെനിക്കൊരു തവണ നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോഴും അത് പഠിച്ചിട്ട് അവരോട് പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള ഇംപ്രഷനും മാറും, നമുക്ക് അവരോടുള്ള ഇംപ്രഷനും മാറും. നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അവർ നമ്മൾ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ആ ഒരു പ്രൊജക്ട് ഒരിക്കലും നമ്മുടെ കയ്യിലോട്ട് വരാനും ചാൻസ് ഉണ്ടാവില്ല. മുമ്പ് എനിക്ക് ഇതുപോലെ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവർക്ക് എക്സൽ നന്നായിട്ട് അറിയാം, പക്ഷെ അവർ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് അവർക്ക് പവർ ബിയിൽ വലിയ നോളജ് ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എക്സലിൽ അവർ വേറെ ലെവൽ ടീംസാണ്. അതിനു മുമ്പിൽ നമ്മളൊന്നും ഒന്നുമല്ല. അത്രയും രീതിയിൽ അവർക്ക് എക്സൽ ചെയ്യാൻ അറിയാം. അപ്പോൾ അവർ എക്സൽ എല്ലാം ചെയ്ത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് പവർ ബിയിൽ കാര്യങ്ങൾ വേണമെന്ന് എന്നോട് പറഞ്ഞു. അവർ എക്സലിൽ ഒരു റിപ്പോർട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്ത് ചെയ്യണം, അവരുടെ ഡാറ്റ വെച്ചിട്ട് പവർ ബിയിൽ ഓട്ടോമാറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് എന്നോട് പറഞ്ഞ ടാർഗറ്റ്. അപ്പോൾ ആ കമ്പനിയുടെ ഒരു CFO ഉണ്ടായിരുന്നു. CFO മീൻസ് അറിയാലോ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഒരു UK കാരനായിരുന്നു. ആളുടെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞാൽ പൈപ്പ് തുറന്ന പോലെയാണ്. എന്തൊക്കെയോ പറയാം, ഒന്നും മനസ്സിലാവുന്നില്ല. അവർ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആളെന്താ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവാനൊക്കെ തുടങ്ങി. അതുവരെ ഞാൻ എസ് എസ് എന്ന് പറഞ്ഞു പോകുന്നതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ ഓരോ ദിവസവും അവർ വിളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നില്ലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവസാനത്തെ ദിവസമായപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു നോളജ് ട്രാൻസ്ഫർ സെഷൻ തരുമെന്ന് വെച്ചു എന്നോട്. ഞാൻ പറഞ്ഞു തരാം, നാളെ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ആൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ ഈ പ്രൊജക്ട് വേണ്ടിയിട്ട് പവർ ബി പഠിച്ചിട്ടുണ്ട്. അല്ലാത്ത ഒരാൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. ആള് എല്ലാത്തിന്റെ ഒരു ബേസിക് നോക്കിയിട്ട് ആൾക്ക് മനസ്സിലായി ഇതൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതൊക്കെ ആൾക്ക് പ്രോപ്പർ നോട്ടാക്കി വെച്ചിട്ട് എന്നോട് ഓരോന്ന് ചോദിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുവാണ് എനിക്ക് ഇതൊക്കെയാണ് പഠിക്കേണ്ടതിന്റെ കാര്യം. അത് ആക്ച്വലി ആൾക്ക് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ആളുടെ സബോർഡിനേറ്റ്സിനാണ് ഇത് പഠിക്കേണ്ടത്. പക്ഷെ നേരെ ആള് പഠിച്ചിട്ട് എന്ത് ചെയ്തു, അവർക്ക് പറഞ്ഞു കൊടുക്കാനൊപ്പം സബോർഡിനേറ്റ് കാര്യത്തിൽ തീരുമാനമായി. ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കാര്യം വെച്ചിട്ട് ആൾക്ക് അവരെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ ഡീൽ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ ഡീൽ ചെയ്യണം. ഡാറ്റ പഠിക്കുമ്പോഴായാലും ചെയ്ത ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായാലും നല്ല കൃത്യമായിട്ട് വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ അയ്യോ ഇത് ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പറയരുത്. അല്ലെങ്കിൽ കുറച്ച് സമയം ചോദിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്തു പോവുക. അതിനാണ് എപ്പോഴും ഡാറ്റ നന്നായിട്ട് പഠിക്കാൻ പറയുന്നതിന്റെ റീസൺ. ഡാറ്റ അറിയാമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കൺസെപ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഒരു ധാരണ അവിടെ വരും. ഇവിടെ കണ്ടില്ല, ഒരിക്കലും ഫാക്ട് ടേബിളിൽ കോസ്റ്റ് ഉണ്ടാവില്ല. കോസ്റ്റ് എപ്പോഴും എന്തിന്റെ ബേസിലുള്ള കോസ്റ്റ് ആണോ അതിന്റെ ഡിമെൻഷൻ ടേബിളിൽ ഉണ്ടാവും. ഇപ്പം എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി ആണെങ്കിൽ അത് എവിടെ ഉണ്ടാവും, ഒരിക്കലും ഫാക്ട് ടേബിൾ അത് കൊടുക്കില്ല. അത് എവിടെ ഉണ്ടാവും, എംപ്ലോയി ടേബിളിൽ മാത്രമേ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് അതിന്റെ ഫാക്ട് ടേബിളിലോട്ട് കോൾ ചെയ്യണമെങ്കിൽ അതിന്റെ ബേസിക് കൺസെപ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ജോയിൻസ് ആയിരിക്കും. 2 ടേബിൾ ഉണ്ട്, ഒരു ടേബിളിലോട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ടേബിളിൽ നിന്ന് വാല്യൂവിനെ കോൾ ചെയ്യാം. അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ട, എന്താണത്, ജോയിൻസ്. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, 2 ടേബിളിലും മാച്ചിങ് കോളംസ് ഉണ്ടോ. മാച്ചിങ് കോളംസ് നിങ്ങൾ ഡയറക്റ്റ്ലി എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ജോയിൻസിന്റെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചോദിക്കേണ്ടതായിരുന്നു. അതായത് നമ്മളിപ്പോ ലെഫ്റ്റ് ജോയിൻ ചെയ്യാണ്, ഫസ്റ്റ് എബിലിറ്റിയും സെക്കൻഡ് എബിലിറ്റിയും മാച്ചിങ്, ലെഫ്റ്റ് ജോയിൻ പറഞ്ഞാൽ ഫസ്റ്റ് എബിലിറ്റി അല്ലായിരുന്നു, സെക്കൻഡ് എബിലിറ്റി മാച്ചിങ് റോസ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റില് ഇപ്പോ സെക്കൻഡ് എബിലിറ്റിക്ക് അത്രയും റോസും ഇല്ല. അതായത് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിൽസ് ഡാറ്റയിലെ ഫസ്റ്റ് റോയിലോട്ട് വരും. സെയിൽസ് ഡാറ്റയിലോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ഡാറ്റയിൽ നിന്ന് വാല്യൂവിനെ കോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സെയിൽസ് ഡാറ്റയിലെ പ്രൊഡക്റ്റ് ഐ ഡി എടുക്കും. ഇതാണല്ലോ മാച്ചിങ് പോകുന്നത്. ഇത് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യും,
ഇപ്പുറത്ത് വന്നിട്ട് ചെക്ക് ചെയ്യും മാച്ചിങ് ഉണ്ടോ. മാച്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കോൾ ചെയ്യുന്നത്, ആരെയാണ് കോസ്റ്റ്. അപ്പൊ മാച്ചിങ് ഉണ്ടെങ്കിൽ കോസ്റ്റിനെ റിട്ടേൺ ചെയ്യും, മാച്ചിങ് ഇല്ലെങ്കിൽ നൾ റിട്ടേൺ ഈ ചെയ്യും. വാല്യൂ വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് യെസ് ഇങ്ങോട്ട് കോൾ ചെയ്യും. കീ വാല്യൂസ് ചെക്ക് ചെയ്ത് എല്ലാ സീലും ചെക്ക് ചെയ്യും. ഇത് കഴിഞ്ഞാൽ അടുത്ത ഇത് എടുക്കും. ഇതെടുത്ത് അപ്പുറം പോയി മാച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയാണ് ആവശ്യം അതിനെ ഇവിടെ കൊണ്ടുവരും. അതില്ലെങ്കിൽ ഇവിടെ എന്ത് വരും, നള്ള് വരും. എല്ലാവരും ചെയ്യും. എല്ലാ ജോയിൻസും അങ്ങനെ തന്നെ അവർക്ക്. ഇത് ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് ചെക്ക് ചെയ്യും. ചെയ്യപ്പോ ഞാൻ അത്രയും ആ റോസും അതുപോലെ അല്ല. സെയിം നമ്പർ സെയിം കോളംസും ഇല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. എപ്പോഴും ഫോറിൻ കീയിലോട്ട് നമ്മൾ പ്രൈമറിക്കുള്ള വാല്യൂസിനെ കോൾ ചെയ്യുക. അതാണ് ഇവിടെ മോഡലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങോട്ടാ കണക്ഷൻ പോകുന്നത്. ഫോറിൻ കീയിലോട്ട് പ്രൈമറി കീന്നാണ് ഫ്ലോ ചെയ്യുന്നുണ്ടോ. ആ ഒരു കൺസെപ്റ്റ് നോക്കിയാൽ മതി. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മളോട് ഇത്രയും നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ആ റിലേഷൻഷിപ്പ് അവിടെ യൂസ് ചെയ്തു. ഇത്രയും നല്ല രീതിയിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇവിടുന്ന് ഡാറ്റ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളത് യൂസ് ചെയ്തു. ഈ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും നമ്മൾ ചെയ്ത പ്രോസസ്സ് വർക്കാവും. ഞാൻ ഈ റിലേഷൻഷിപ്പ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ വല്ല എറർ കാണിച്ചു തരുമോ? ഇല്ല, അത് മെർജ് ചെയ്തുകൊണ്ട്. എന്തുണ്ട് നമ്മളിവിടെ ആക്ച്വലി റിലേഷൻഷിപ്പിന്റെ കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ നേരെ ആരെ യൂസ് ചെയ്തു, പവർ ക്വറിയിൽ പോയിട്ട് മെർജ് ഒക്കെ ചെയ്തു. അതിന്റെയൊക്കെ ആവശ്യമുണ്ട് ആക്ച്വലി. ഇവിടെ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് ഇല്ല. ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ചെയ്ത് ഇതിന് എക്സാക്ട്ലി സിമിലർ ആയിട്ട് നമുക്ക് ഡാക്സിന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് റിലേറ്റഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. റിലേറ്റഡ് ഫംഗ്ഷൻ. ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിൽ നിന്ന് വാല്യൂസിനെ കോൾ ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് റിലേറ്റഡ്. റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിൽ നിന്ന് ആ വാല്യൂസിനെ കോൾ ചെയ്തെടുക്കുക. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് റിലേറ്റഡ്. അപ്പോൾ റിലേറ്റഡ് ഫംഗ്ഷൻ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക, ഒരു കോളം ആയിരിക്കും റിട്ടേൺ ചെയ്യുക കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ജോൺസിന്റെ കൺസെപ്റ്റ് ഒരു കോളം ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലെ വരുന്ന ഒരു കോളം ആയിരിക്കും ആര് റിട്ടേൺ ചെയ്യുക, റിലേറ്റഡ് ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുക. പക്ഷെ റിലേറ്റഡ് ഫംഗ്ഷന് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് അവിടെ നടന്നിരിക്കണം. ആ രണ്ട് ടേബിളും തമ്മിൽ ഒരു ആക്റ്റീവ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. ആ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, റിലേറ്റഡ് ഫംഗ്ഷന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ആ രണ്ട് ടേബിളും തമ്മിൽ ഒരു ആക്റ്റീവ് റിലേഷൻഷിപ്പ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, ആ ആക്റ്റീവ് റിലേഷൻഷിപ്പ് 1 to many അല്ലെങ്കിൽ many to 1 കാർഡിനാലിറ്റിയിൽ കൂടി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലേ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ, റിലേറ്റഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഏതെങ്കിലും ഒരു കാർഡിനാലിറ്റി ചെയ്യാൻ മതി. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടേബിളിലോട്ട് കോളം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ടേബിളിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും, മറ്റേ ടേബിളിൽ നിന്ന് വാല്യൂസിനെ കോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് ടേബിൾ നമുക്ക് കോളം ക്രിയേറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് ഡാറ്റയുടെ അകത്ത് കോളം ക്രിയേറ്റ് ചെയ്യണം. ആ കോളത്തിലോട്ട് എവിടുന്ന് വാല്യൂനെ പുൾ ചെയ്യണം, പ്രൊഡക്റ്റ് ഡാറ്റയിൽ നിന്ന് പുൾ ചെയ്യണം. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം റിലേറ്റഡ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ മെനി വരുന്ന സൈഡിലായിരിക്കും കോളം ക്രിയേറ്റ് ചെയ്യുക. അതായത് റിലേറ്റഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക മെനി വരുന്ന സൈഡിലായിരിക്കും നമ്മൾ റിലേറ്റഡ് വെച്ചിട്ട് കോളം ക്രിയേറ്റ് ചെയ്യുക. ആ കോളത്തിലോട്ട് എവിടുന്ന വാല്യൂസിനെ കോൾ ചെയ്യുക, 1 വരുന്ന സൈഡിൽ നിന്നായിരിക്കും വാല്യൂസിനെ പുള്ള് ചെയ്തെടുക്കുക. മനസ്സിലായോ? ഇപ്പൊ മിനിറ്റ് ഉണ്ടെങ്കിൽ സെയിൽസ് ഡാറ്റയായിട്ട് കോളമായിരിക്കും പ്രൊഡക്റ്റ്. അങ്ങനെയല്ല, സെയിൽസ് ഡാറ്റയിൽ ഒരു കോളം ക്രിയേറ്റ് ചെയ്യും. ആ കോളത്തിലോട്ട് പ്രൊഡക്റ്റ് ഡാറ്റയിൽ നിന്ന് വാല്യൂസിന് പുള്ള് ചെയ്തെടുക്കും. അത് ഇവിടെ ഒരു കോളം ഉണ്ടെങ്കിൽ ആ കോളത്തിലെ വാല്യൂസ് ഇവിടെ നിന്നുള്ള ആൾക്കാർ എടുത്തിട്ടായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓൺലൈന് ക്ലിയർ ആണോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈമറിക്ക് ഉള്ള ടേബിളിൽ നിന്ന് വാല്യൂ ഫെച്ച് ചെയ്ത് ഫോറിൻക്ക് ഉള്ള ടേബിളിലേക്ക് ഓർക്കിൽ ആഡ് ചെയ്യും. യെസ്, അത് തന്നെ. ബാക്കിയുള്ളവർ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തന്നെ നോക്കാം. നമുക്ക് ഇവിടെ ഏത് ടേബിളിന്റെ കൂടെ കോളം ക്രിയേറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് ഡാറ്റ. അപ്പോൾ ഞാൻ സെയിൽസ് ഡാറ്റ സെലക്ട് ചെയ്തു. എന്ത് ചൂസ് ചെയ്യേണ്ടി വരും, ന്യൂ കോളം. ന്യൂ കോളം സെലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ മെഷീൻ കോളത്തിന്റെ പേര് എന്താണെന്ന് ചോദിക്കും. ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കോളത്തിന്റെ പേര് ഞാൻ പറഞ്ഞു കോസ്റ്റ് അണ്ടർസ്കോർ എന്ന് പാസ് ചെയ്തു. ഓൾറെഡി കോസ്റ്റിലെ കോളം ഉള്ളത് കൊണ്ട് അങ്ങനെ പേര് പാസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തായി, കോളം ക്രിയേറ്റ് ആയല്ലേ. ഇനി കോളത്തിലോട്ട് എന്ത് ചെയ്യണം, വാല്യൂസിനെ കൊടുക്കണം. വാല്യൂസിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പ്രൊഡക്റ്റ് ഡാറ്റയിൽ നിന്ന് ഇങ്ങോട്ട് കോൾ ചെയ്യണല്ലേ. അത് നമ്മൾ ആരെ യൂസ് ചെയ്യാം,
റിലേറ്റഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് റിട്ടേൺ എ വാല്യൂ ഫ്രം അനദർ ടേബിൾ. ഇത് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ടേബിളിൽ നിന്ന് വാല്യൂവിനെ കോൾ ചെയ്യും. അപ്പോൾ റിലേറ്റഡ് നമ്മൾ ചോദിക്കും, ഞാൻ ഏത് ടേബിളിലെ വാല്യൂവിനെയാണ് നിങ്ങൾക്ക് കോൾ ചെയ്ത് തരേണ്ടത്. അതാണ് കോളം നെയിം. നമുക്ക് ആരെ ഇങ്ങോട്ട് കോൾ ചെയ്യേണ്ടത്? കോസ്റ്റിനെ. അത് എവിടെയുള്ളത്? പ്രൊഡക്റ്റ് ഡാറ്റ. അപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞ കോളത്തിനെ കോൾ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ഡാറ്റയിൽ കോസ്റ്റ് ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തു? റിലേറ്റഡ് വെച്ച് നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയാ? സെയിൽസ് ഡാറ്റയിലും. ആ കോളത്തിലോട്ട് വാല്യൂസിനെ കോൾ ചെയ്യുന്ന എവിടുന്ന? പ്രൊഡക്റ്റ് ഡാറ്റയിൽ കോസ്റ്റിൽ നിന്ന്. ഇപ്പോൾ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് ചെക്ക് ചെയ്യും ഏത് ടേബിളിലാണ് നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ടേബിളിലാണ്? സെയിൽസ് ഡാറ്റ. പിന്നെ അത് ചെക്ക് ചെയ്യും എവിടുന്നാണ് ഇവർ ആ കോളത്തിലോട്ട് വാല്യൂനെ കോൾ ചെയ്യുന്നത്. എവിടുന്നാ? പ്രൊഡക്റ്റ് ഡാറ്റ. ഫസ്റ്റ് ഈ രണ്ട് ടേബിൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഒന്ന് എവിടെയാണ് കോളം ക്രിയേറ്റ് ചെയ്യുന്നതെന്നും സെക്കൻഡ് വൺ എവിടുന്നാണ് വാല്യൂവിനെ കോൾ ചെയ്യുന്നത്. അതിനുശേഷം ചെക്ക് ചെയ്യും ഈ രണ്ടാൾക്കാരും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അത് 1 to many കാർഡിനാലിറ്റിയിലാണോ എന്ന് കൂടെ ക്രോസ് ചെക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നേരെ സെയിൽസ് ഡാറ്റയുടെ അകത്തോട്ട് വരും. മാച്ചിങ് കോളംസ് ആരൊക്കെയാ? പ്രൊഡക്റ്റ് ഐഡിയും ഐഡിയും. ഫസ്റ്റ് റോ എന്ന് വന്നിട്ട് ഈ ഒരു ഐഡിയനെ എടുത്തിട്ട് നേരെ എങ്ങോട്ട് പോകും? പ്രൊഡക്റ്റ് ഡാറ്റയിലോട്ട് പോകും. മാച്ചിങ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. മാച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? കോസ്റ്റ്. ആ ഈക്വലന്റ് ആയിട്ടുള്ള കോസ്റ്റിന് ഇവിടെ റിട്ടേൺ ചെയ്തു. അതിനുശേഷം വീണ്ടും സെയിൽസ് ഡാറ്റയിലോട്ട് തിരിച്ചു വരും. സെക്കൻഡ് റോയിലോട്ട് വരും. അപ്പുറത്ത് പോയിട്ട് മാച്ചിങ് ഉണ്ടോ ചെക്ക് ചെയ്യും. മാച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും വേണ്ടത്? കോസ്റ്റ്. ആ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യും? കോസ്റ്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതിന് ഇങ്ങോട്ട് കൊടുക്കാനാണ് എന്ത് വരുന്നത്? റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ തേർഡ് റോല് വരും. ക്രോസ് ചെക്ക് ചെയ്യും മാച്ചിങ് ഉണ്ടോ. മാച്ചിങ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ത്രൂ ആൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അവിടെ കമ്മിറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. ചെറിയൊരു ടൈം ലാഗ് അവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പ്രോസസ് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഇവിടുന്ന് ഈ വാല്യൂ എടുക്കുന്നു, അപ്പുറത്ത് പോയി ക്രോസ് ചെക്ക് ചെയ്യുന്നു. ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ഇപ്പുറത്ത് പാസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോഴെന്തായി? ആ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞ കോളം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ടേബിൾ തമ്മിൽ പ്രോപ്പർ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് മെർജ് ക്വറീസിന്റെ കൺസെപ്റ്റോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആരെ യൂസ് ചെയ്യാം? റിലേറ്റഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓൺലൈൻ എല്ലാവർക്കും ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ് സർ. Yes, sir. Yes, sir. ഇപ്പോൾ റിലേറ്റഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആ ടേബിൾസ് തമ്മിൽ എന്തുണ്ടാവണം? ആക്റ്റീവ് റിലേഷൻഷിപ്പും ഉണ്ടാവണം. ആ ആക്റ്റീവ് റിലേഷൻഷിപ്പ് 1 to many അല്ലെങ്കിൽ many to 1 കാർഡിനാലിറ്റിയിൽ ആയിരിക്കും. ആക്റ്റീവ് റിലേഷൻഷിപ്പ് അല്ലെ? ആക്റ്റീവ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുക. ഇന്നാക്റ്റീവ് ആണെങ്കിൽ പിന്നെ ഡാറ്റ ഫ്ലോ നടക്കില്ല. അതുകൊണ്ട് ആക്റ്റീവ് തന്നെ ആയിരിക്കണം. ഏത് കോസ്റ്റിനൊന്നും കൂടെ ആഡ് ചെയ്യുക. ജസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടി മാത്രം. ക്ലിയർ ആയോ? Sir, hello. പറഞ്ഞോളൂ. Sir, നമുക്ക് ഈ റിലേറ്റഡ് ഫംഗ്ഷൻ മറ്റേ സം എക്സിൽ കൊടുക്കാൻ പറ്റുമോ? ഒരു നെസ്റ്റഡ് Yes. ഫംഗ്ഷൻ പോലെ. അടുത്തത് ഇനി അങ്ങനെയാണല്ലോ ചെയ്യാൻ പോകുന്നത്. അതുപോലെ പറഞ്ഞ കൺസെപ്റ്റിലോട്ടാണ് ഞാൻ അടുത്ത് മൂവ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ റിലേറ്റഡ് ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഒരു കോളത്തിലെ വാല്യൂസ് ആയിരിക്കും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ ആയോ? കോസ്റ്റ് അയക്കണം അങ്ങനെ വരാനുള്ള റീസൺ നമ്മളത് ഡാക്സ് വെച്ച് ക്രിയേറ്റ് ചെയ്ത കോളാണ്. ആ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ന്യൂമറി. അതുകൊണ്ട് ഡാക്സ് വെച്ച് ക്രിയേറ്റ് ചെയ്ത കോൾ ഈ ഒരു ഐക്കണിലാണ് കാണിച്ചു തരുക. അതിന്റെ കൂടെ അത് ന്യൂമറിക് ആണെങ്കിൽ സമ്മേഷൻ സിമ്പിൾ കൂടെ വന്നു. അത്രയേ ഉള്ളൂ. അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അത് ഡാറ്റയിൽ ഓൾറെഡി ഉണ്ടായ കോളം ആണോ നമ്മൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്ത കോളംസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് പവർ ബിയുടെ അകത്ത് ക്രിയേറ്റ് ചെയ്ത കോളംസ് ആണോ ഐഡന്റിഫൈ. ഓക്കെ, ഇപ്പൊ ഇത്രയും ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? റിലേറ്റഡ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് ഓക്കെ. Yes. നെക്സ്റ്റിൽ ഇതിലോട്ട് മൂവ് ചെയ്തുകൂടെ? പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇവിടെ മെർജ് കൊറീസ് യൂസ് ചെയ്താലും റിലേറ്റഡ് യൂസ് ചെയ്താലും എന്തായി? അവിടെ നമ്മളെ ടേബിളിന്റെ കൂടെ ഒരു എക്സ്ട്രാ കോളം ഡെവലപ്പ് ആയല്ലേ? ഫാക്ട് ടേബിളിലെ സൈസ് ഇൻക്രീസ് ആയി. നമ്മൾ ചെയ്യുന്ന പ്രോസസ് കറക്റ്റ് ആണോ? അല്ല, നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞു? സൈസ് വെറുതെ പോയിട്ട് ഇൻക്രീസ് ചെയ്യരുത്. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പുറത്ത് ഇങ്ങോട്ട് ആൾക്കാരെ കോൾ ചെയ്തിട്ട് കോളം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതില്ലാതെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കോളംസ് നിങ്ങൾ അവിടെ ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ ഈ 2 കോളംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ട് മാത്രം? ജസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ ആക്ച്വൽ ഫാക്ട് ടേബിളിൽ എത്ര വരെ കോളംസ് ഉള്ളൂ? പ്രൈസ് വരെ മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റിലോട്ട് മാത്രം മൂവ് ചെയ്യുക. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. ന്യൂ മെഷർ സെലക്ട് ചെയ്തു. മെഷറിന്റെ പേര് ഞാൻ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പാസ് ചെയ്തു. ഈക്വൽ ടു നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? സം എക്സ്. ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുള്ളൂ. ഏത് ടേബിൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്? സെയിൽസ് ഡാറ്റ കോളം. എന്തായിരിക്കും നമ്മുടെ കോളം ക്രിയേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷൻ? എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഇൻറ്റു കോസ്റ്റ്. ഇപ്പൊ ക്വാണ്ടിറ്റി എവിടെയുണ്ട്? ആക്ച്വലി സെയിൽസ് ഡാറ്റയിലുണ്ട്. മൾട്ടിപ്ലൈ. കോസ്റ്റ് സെയിൽസ് ഡാറ്റയിലുണ്ടോ? ഇപ്പോൾ അത് ഒരു റിയൽ സിനാരിയോട്ട് പോകുമ്പോൾ കോസ്റ്റ് ഒരിക്കലും സെയിൽസ് ഡാറ്റയിലില്ല. പക്ഷെ കോസ്റ്റ് എവിടെയുണ്ട്? പ്രൊഡക്റ്റ് ഡാറ്റയിലുണ്ട്. അപ്പൊ എന്തിനാ ആ പ്രൊഡക്റ്റ് ഡാറ്റയിലുള്ള കോസ്റ്റിനെ സെയിൽസ് ഡാറ്റയിലോട്ട് കൊണ്ടുവരാൻ നമുക്കറിയാമല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ തന്നെ എന്ത് ചെയ്യുക? റിലേറ്റഡ് വെച്ചിട്ട് ആ കോൾ അങ്ങ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എക്സ്ട്രാ അത് ക്രിയേറ്റ് ചെയ്യാതെ ഇതിന്റെ അകത്ത് തന്നെ അതിനെ കോൾ ചെയ്യും. എന്താ വേണ്ടത്? റിലേറ്റഡ് ഓഫ് എവിടുന്ന കോൾ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ഡാറ്റയിൽ കോസ്റ്റ്. അതിനുശേഷം റിലേറ്റഡ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. ആരെയും ക്ലോസ് ചെയ്യുക? സം എക്സിനെയും ക്ലോസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്തായി? ഒരു ടേബിളിന്റെ അകത്തുള്ള കോളത്തിനെ അവിടെ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീണ്ടും വേറൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യിച്ചുകൊണ്ടോ? ക്ലിയർ ആയോ? അതായത് 2 കോളം തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഒന്ന് ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന കോളവും ഒന്ന് നമ്മൾ അവിടെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തൊരു കോളവും. എന്ത് ചെയ്യുന്നു? കമ്മിറ്റ് ചെയ്യുന്നു. കോളം ക്രിയേറ്റ് ആവില്ല. നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇമേജിൻ അവിടെ ഉണ്ടാവുന്ന മാത്രം നമുക്ക് ഇമേജിനെ ചെയ്യാൻ പറ്റും. അതായത് എക്സ്പാർട്ട് വർക്ക് ചെയ്യുമ്പോൾ പാരലി ആരും പോവും? റിലേറ്റഡും വർക്ക് ചെയ്യും. അവർ എൻറ്റയർ കാര്യം കഴിഞ്ഞ ശേഷം മാത്രം അതിലോട്ട് ആര് പോവും? സമ്മ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ കാർഡ് വിഷൽ സെലക്ട് ചെയ്തു. അതിലോട്ട് ടോട്ടൽ കോസ്റ്റ് ആഡ് ചെയ്തു. ഇവിടെ 17 മില്യൺ എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് വേണം എന്ത് ചെയ്യാം? ഞാൻ സെയിൽസ് ഡാറ്റയിലെ 2 കോസ്റ്റ് കോളവും റിമൂവ് ചെയ്യാം. ഒരു എററോ കാര്യങ്ങളോ വരാനും പോകുന്നില്ല. ഈ കോസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. എന്നിട്ട് എന്താണ്? കറക്റ്റ് 17 മില്യൺ അവിടെ കിട്ടുന്നില്ല. എന്തായി? സെയിൽസ് ഡാറ്റയുടെ സൈസ് ഒന്നുപോലും കൂട്ടാതെ എന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് അവിടെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയുണ്ടോ? 2 കോളംസ് ബിൽഡ് ചെയ്യേണ്ട പ്ലേസ് നമ്മൾ ഒറ്റ കോളം ആക്കി മാറ്റി. ഇതൊക്കെ ആയിരിക്കും 2 കോളം. റിലേറ്റഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കോളവും ഈ എക്സ്പ്രഷന്റെ ഹെൽപ്പോട് കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ട അടുത്തൊരു കോളവും. അപ്പൊ 2 കോളം വർക്കിംഗ് എന്താക്കി? ഞാൻ അവിടെ ഇല്ലാതെ എനിക്ക് അവിടെ കറക്റ്റ് ഔട്ട്പുട്ടിലോട്ട് കൊണ്ടുപോയി കണ്ടോ? ഇതിനാണ് ഓരോ ഫംഗ്ഷനും എന്താണ് റിട്ടേൺ ചെയ്യുന്നത് പഠിക്കാൻ പറഞ്ഞത്. റിലേറ്റഡ് ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്? ഒരു കോളം. എന്ത് ചെയ്തു? റിലേറ്റഡ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ആ കോളത്തിന് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടോ? ഓൺലൈന് ക്ലിയർ ആയി ചെയ്ത കാര്യം? യെസ് സർ. Yes, sir. Clear. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി
ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്തേ. ഈ ഒരു കൺസെപ്റ്റ് പ്രോപ്പറായി മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഏകദേശം ബാക്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ലേ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ആയിഷ, ആൽവിൻ, അനന്ത് ബിജു, ഷബാസ്, സൂര്യ. യെസ് സർ, കഴിഞ്ഞു. ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ 10,889 ട്രാൻസാക്ഷന്റെ കമ്പൈൻഡ് എഫക്റ്റ് ആണ് എത്ര? 17 മില്യൺ എന്ന് പറഞ്ഞ കോസ്റ്റ്. അപ്പോ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അറൗണ്ട് എത്ര കോസ്റ്റ് വരുമെന്ന് കണ്ടുപിടിക്കണം. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അറൗണ്ട് എത്ര കോസ്റ്റ് വരുമെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതിനാണ് എന്ത് കോൾ ചെയ്യുക? ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഇതെന്താണ്? എല്ലാ ട്രാൻസാക്ഷന്റെയും ഒരുമിച്ചുള്ള ടോട്ടൽ കോസ്റ്റ്. എനിക്ക് വേണ്ടത് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ആവറേജ് എത്ര വരാം. അതിനാണ് എന്ത് കോൾ ചെയ്യുക? ആവറേജ് ടോട്ടൽ കോസ്റ്റ്. അതിനിവിടെ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും? ആവറേജ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് ആവറേജ് യൂസ് ചെയ്യാൻ പറ്റില്ല? ഒന്നാമത് കോസ്റ്റ് പറഞ്ഞ കോളം ഫാക്ട് ടേബിളിലെ ഇല്ല. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ കോസ്റ്റും നമ്മുടെ കയ്യിലില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ആരെ കൊണ്ട് മാത്രമേ പറ്റൂ? എക്സ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് കൊണ്ടേ പറ്റൂ. ആരുടെ കൂടെ കമ്പൈൻ ചെയ്യണം? ആവറേജിന്റെ കൂടെ കമ്പൈൻ ചെയ്യണം. എന്ത് ചെയ്യാം? ഞാൻ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു. ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ ജസ്റ്റ് ആവറേജ് കോസ്റ്റ് എന്ന് കൊടുത്തു. ഈക്വൽ ടു ഏതാ ഫംഗ്ഷൻ? ആവറേജ് എക്സ്. ഏത് ടേബിളാ ചെയ്യാം? സെൽസ് ഡാറ്റ കോമ എന്തായിരിക്കും എക്സ്പ്രഷൻ? കോളം ബിൽഡ് ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്താണ്? ക്വാണ്ടിറ്റി ഇൻറ്റു കോസ്റ്റ്. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കോസ്റ്റ് അവിടെ ഇല്ല. പക്ഷെ നമുക്ക് എന്താ അറിയാം? കോസ്റ്റ് പ്രൊഡക്റ്റ് ഡാറ്റയിൽ ഉണ്ട്. അവിടുന്ന് വാല്യൂവിനെ എടുത്തിട്ട് സെയിൽസ് ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യാൻ നമുക്കറിയാം. അതിനുള്ള ആര് യൂസ് ചെയ്യാം? റിലേറ്റഡ് ഓഫ് പ്രൊഡക്റ്റ് ഡാറ്റയിലെ കോസ്റ്റ്. അതിനുശേഷം ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ആവറേജ് എക്സ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ ചെയ്യും. എന്ത് ചെയ്തു? കാർഡ് മെഷർ സെലക്ട് ചെയ്യുന്നു. അതിലോട്ട് ആ മെഷർ ആഡ് ചെയ്യും. ഇവിടെ കാണാം ആവറേജ് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ 1.59K ആണ് അവിടെ സംഭവിക്കുന്ന കോസ്റ്റ്.
ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണ് ഈ പറഞ്ഞ കാര്യം, ഈ ചെയ്ത കാര്യം? യെസ് സർ, ക്ലിയർ ആണ്. ഇതുവരെ നമ്മൾ എത്ര ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു? 5 ഫങ്ഷൻസ് ആയല്ലേ? സമ്മ്, സം എക്സ്, ആവറേജ്, ആവറേജ് എക്സ്, റിലേറ്റഡ്. അതിൽ 4 ആൾക്കാര് അഗ്രിഗേഷൻ ഫങ്ഷൻസ് ആണ്. ആരൊക്കെയാവും? സമ്മ്, സം എക്സ്, ആവറേജ്, ആവറേജ് എക്സ്. റിലേറ്റഡ് അഗ്രിഗേഷൻ ഫങ്ഷൻ ആയിരിക്കുമോ? ഒരിക്കലും അല്ല. റിലേറ്റഡ് എന്താ റിട്ടേൺ ചെയ്യുക? ഒരു കോളം. ഇനി റിലേറ്റഡ് ഫങ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ആരുണ്ടാവണം? ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അപ്പോൾ അത് വരുന്ന ഗ്രൂപ്പിന്റെ പേരാണ് റിലേഷൻഷിപ്പ് ഫങ്ഷൻസ്. റിലേഷൻഷിപ്പ് ഫങ്ഷന്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഫങ്ഷനാണ് റിലേറ്റഡ് ഫങ്ഷൻ. അപ്പോൾ 2 മെയിൻ ഗ്രൂപ്പ്സ് ആയി, അഗ്രിഗേഷനും റിലേഷൻഷിപ്പും. ടോട്ടല് 5 ഫങ്ഷൻസുമായി. അപ്പൊ എല്ലാവർക്കും ഇതുവരെത്തെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? ഓൺലൈൻ, ഓഫ്ലൈൻ? Yes, sir. ഓക്കെ. അപ്പൊ എല്ലാവരും എടുത്ത കാര്യങ്ങൾ നാളെ വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരും കേട്ടോ. ഇനി കുറച്ചുകൂടെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഇതുപോലെ അതൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടാവും. ഓരോ ദിവസവും പഠിക്കുമ്പോൾ അതിന് മുമ്പെടുത്ത ഫങ്ഷൻസ് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ റിവൈസ് ചെയ്ത് പോവാ കേട്ടോ. ഫങ്ഷൻസ് മാത്രമല്ല, അതിന് മുമ്പേ എടുത്ത കാര്യങ്ങളും ഇടക്കിടക്കൊന്ന് റിവൈസ് ചെയ്ത് പോവുക. അപ്പൊ ഇന്ന് മെർജ് ക്വറീസിന്റെ ആവശ്യം വന്നത് അവിടെ കണ്ടോ? ഇതുപോലെ എന്ത് ചെയ്യണം, ഇടക്കിടക്ക് മുമ്പേ എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പക്ഷെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അങ്ങനെയല്ല, എല്ലായ്പ്പോഴും സമ്മ്, സം എക്സ്, റിലേറ്റഡ് ഒക്കെ കൺസെപ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ മനസ്സിലോട്ട് സ്റ്റോർ ആയിട്ട് വരും. അപ്പൊ അതുവരെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാരണം ചോദിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോ അടുത്തൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി എന്ന്. Thank you, sir. Thank you, sir. താങ്ക് യു സർ. Thank you, sir.